വിധിയുടെ വിധാതാവായ തമ്പുരാൻ, സൃഷ്ടികർത്താവായ തമ്പുരാൻ, വേർപ്പെടുത്തുന്നവനായ തമ്പുരാൻ, ലോകത്തിന്റെ സംവിധായകനായ തമ്പുരാൻ, ഉടയ തമ്പുരാൻ, അവനാൻ ആലമുൽ അർവാഹിൽ നിന്ന് ആലമുൽ അജ്സാദിലേക്ക് നമ്മളെ പറഞ്ഞയച്ചവൻ. ഈ ആലമുൽ അജ്സാദിൽ നിന്ന് ആലമുൽ ബർസഖിലേക്ക് പോകാനുള്ളതും നമ്മളാണ്. മൗത്ത് വരുന്നുണ്ട്, കാത്തിട്ടിരുന്നോളി, മുത്തൈനെ ബീദീനിൽ തന്നെ നടന്നോളി, മക്കളെ നല്ലവരാക്കാൻ ശ്രമിച്ചോളി, മാതാപിതാക്കളെ കാര്യം ഓർമ്മിച്ചോളി. നമ്മുടെയൊക്കെ മുമ്പിലൂടെ എത്ര മയ്യത്തുകൾ കടന്നുപോയതാണ്, നമ്മളൊക്കെ എത്ര മയ്യത്തുകളെ കഫൻ ചെയ്തതാണ്, നമ്മളൊക്കെ എത്ര മയ്യത്തുകളുടെ കഫംപുടയിലേക്ക് സുഗന്ധദ്രവ്യങ്ങളെ തെളിച്ചവരാണ്, നമ്മളൊക്കെ എത്ര കബറുകളെ കണ്ടവരാണ്, നമ്മളൊക്കെ എത്ര മീസാൻ കല്ലുകളൊക്കെ പരിസരങ്ങളിലൂടെ സഞ്ചാരം നടത്തിയവരാണ്, നമ്മളൊക്കെ എത്ര മരണ വാർത്തകളെ കേട്ടറിഞ്ഞവരാണ്. നറൽ അംവാത തമുറു അമാമനാ കുല്ലയൗം, എല്ലാ ദിവസവും മയ്യത്ത് കട്ടിലുകൾ നമ്മൾ കാണുകയാണ്, ഖബറുകൾ നമ്മൾ കാണുകയാണ്. മൈലാഞ്ചി കൊമ്പുകൾ പൂത്തുല്ലസിച്ചു പോയ 6 അടി മണ്ണിന്റെ ബഹിർമുഖങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളാണ് സലാം പറയുന്നത്, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ. 6 അടി മണ്ണിൽ മറവിട്ട് കിടക്കുന്നവരെ, നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നുള്ള സലാം. എന്നിട്ട് നമ്മൾ പറയുകയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മണ്ണോട് ചേരേണ്ടവർ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും 3 ശീലയിൽ കിടക്കേണ്ടവർ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആണും പെണ്ണും ഞങ്ങളുടെ തറവാട് പള്ളിയുടെ 1ാമത്തെ സഫിൽ ആരൊക്കെയോ തക്ബീർ കെട്ടാൻ വരുമ്പോ അവർക്ക് മുമ്പിൽ മലർന്ന് നിസ്സഹായരായിട്ട് കിടക്കേണ്ടവർ. അതുകൊണ്ട് മിൻഹാ ഖലഖനാകും, മനുഷ്യ നിന്നെ പടച്ചത് ആ മണ്ണിൽ നിന്നാണ്, വഫീഹാ നുഈദുകും, നിന്നെ മടക്കുന്നതും അതേ മണ്ണിലേക്കാണ്. അതുകൊണ്ട് വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, വീണ്ടും നിനക്ക് പുനർജന്മം നടത്തപ്പെടുന്ന ഒരു ഇടമുണ്ടെങ്കിൽ അത് മണ്ണാണ്, മണ്ണാണ്, മണ്ണാണ്. അതുകൊണ്ട് മണ്ണിന്റെ സന്തതിയായ മനുഷ്യ, നീ മണ്ണിലേക്ക് മൺകലത്തേക്കാൾ ബന്ധപ്പെട്ടവനാണ്. ഒരു മണ്ണ് കൊണ്ട് നമ്മൾ നിർമ്മിച്ച പാത്രം നമ്മുടെ ഉമ്മ സന്ധ്യാനേരത്ത് അടുക്കളയുടെ അടുപ്പിലേക്ക് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് കറിയുണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് നീട്ടിവെച്ച മണ്ണിന്റെ ചട്ടിപ്പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിന് മണ്ണുമായി 2 വട്ടം മാത്രമാണ് ബന്ധമുള്ളത്. നമ്മളോ 3 വട്ടം ബന്ധപ്പെട്ടവർ, മണ്ണിൽ നിന്ന് ജനിച്ചവർ, മണ്ണിലേക്ക് മടങ്ങിയവർ, മണ്ണിൽ നിന്ന് പുനഃസൃഷ്ടി നടത്തപ്പെടുന്നവർ. അതുകൊണ്ടൊരു മണ്ണിന്റെ പാത്രത്തിനേക്കാൾ മണ്ണുമായി ബന്ധപ്പെട്ടവനാണ് ഈ മനുഷ്യൻ. ജിന്ദഗി മിലി തീ പറും കോ കാം ആനെ ലിയേ, दिन रात गुजर गई कागज के टुकड़े कमाने लिए, अब मुझे खबर मिला क्या फायदा इतने पैसे रुपए कमाने में. എന്ത് ഫലമാണ് മനുഷ്യരെ നമ്മൾ ഈ നെട്ടോട്ടത്തിന്റെ ഇടയിലൂടെ ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ടൊരു വിചാരപ്പെടലുകൾ ഇവിടെ നിർബന്ധമാണ്. അതുകൊണ്ടൊരു ചിന്താമണ്ഡലങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മസ്തിഷ്കങ്ങളെ കൊണ്ടുപോകൽ വളരെ അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു വസ്തുതയാണ്. മുസ്ലിം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കരുണ ചെയ്യേണ്ടവരാണ്, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യേണ്ടവരാണ്, നമ്മളിലൂടെ മറ്റുള്ളവർ ജീവിക്കേണ്ടവരാണ്. ഏത് സഹജീവിക്കും സഹിഷ്ണുത കൊടുക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഗുണമാകേണ്ടതാണ്. അതുകൊണ്ട് അന്യന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം, അന്യന്റെ ദുഃഖമാണ് എന്റെ ദുഃഖം. നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ യാശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. സ്വന്തം സഹോദരന്റെ ദുഃഖത്തിൽ എനിക്ക് ദുഃഖമുണ്ട്, എന്റെ സഹോദരന്റെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അവന്റെ കണ്ണീരാണ് എന്റെ കണ്ണീർ, അവന്റെ പുഞ്ചിരിയാണ് എന്റെ പുഞ്ചിരി, അവന്റെ
ഹൃദ്യതയാണ് എന്റെ ഹൃദ്യത, അവന്റെ സഹിഷ്ണുതയാണ് എന്റെ സഹിഷ്ണുത. ആ സ്നേഹമഹോ ജയിപ്പൂ, ആ സ്നേഹമാണ് ലോകത്ത് ജയിക്കാനിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഖലീൽ ജിബ്രാന്റെ അടുക്കലേക്ക് ഒരു പറ്റം ആളുകൾ കടന്നു വരികയാണ്. ഖലീൽ ജിബ്രാനോട് ചോദിച്ചു പോയി, അല്ല പണ്ഡിതനായ ഖലീൽ ജിബ്രാൻ, അങ്ങ് കവിയാൻ, അങ്ങ് സാഹിത്യകാരനാൻ, അങ്ങ് യശശരീരനായ ഏറ്റവും വലിയ തത്വജ്ഞാനിയാൻ, അങ്ങ് ബുദ്ധിജീവിയായ ചിന്തകനാൻ, അങ്ങ് പണ്ഡിത ശിരോമണിയാൻ, അങ്ങ് എന്തിനാണ് കടന്നു വന്നത്? ഈ ഭൗതിക ലോകത്തിൽ എന്തിനാണ് അങ്ങ് ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വർഗത്തിലേക്ക് കടക്കാനല്ലേ? നരകത്തിൽ നിന്ന് മോചനം കിട്ടാനല്ലേ? ജിബ്രാൻ പറഞ്ഞു പോയ മറുപടി, അല്ല, ഞാൻ സ്വർഗത്തിലേക്ക് കയറാനല്ല ഇവിടെ അധ്വാനിക്കുന്നത്, ഞാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല ഇവിടെ അധ്വാനിക്കുന്നത്. പിന്നെ എന്തിനാണ് ജിബ്രാൻ എന്ന് ചോദിച്ചു പോയപ്പോ കിട്ടിയ മറുപടി, 10 പേരെ സന്തോഷിപ്പിക്കാൻ ഹ്രസ്വമായ 60 കൊല്ലം, ഹ്രസ്വമായ 50 കൊല്ലം, ഹ്രസ്വമായ 40, 30, 20 ഈ ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ എന്റെ സന്തോഷത്തിലൂടെ മറ്റുള്ളവൻ സന്തോഷിക്കണം, എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവന് നേട്ടം കിട്ടണം. അങ്ങനെ 10 ആളുകൾക്ക് സന്തോഷം കൊടുത്ത് മരിച്ചു പോയിട്ട് അതിന്റെ പേരിൽ സ്വർഗം കിട്ടണം, അതിന്റെ പേരിൽ നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. അതിനാണ് ഞാൻ ദുനിയാവിൽ അധ്വാനിക്കുന്നത് എന്ന് പറഞ്ഞു പോയ ജിബ്രാൻ. ആ ജിബ്രാന്റെ വരികൾ ഇന്നത്തെ ലോകം അടിവരയിടേണ്ടതാണ്. റോമാ സാമ്രാജ്യത്തിന്റെ നടുത്തളത്തിലൂടെ പട്ടാപകൽ റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് നടന്നുപോയത്രേ വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിതനായ ഡയോജനിസിനെ നമ്മുടെ കുട്ടികൾക്കറിയാം. ഡയോജനിസ് ബുദ്ധിജീവിയാൻ, ഡയോജനിസ് ലോകം കണ്ട പണ്ഡിതനാൻ, ഡയോജനിസ് തത്വശാസ്ത്രജ്ഞനാൻ. ആ ബുദ്ധിമാനായ ഡയോജനിസാൻ സൂര്യൻ കത്തിജ്വലിക്കുന്ന പട്ടാപകൽ നേരത്തെ ഒരു റാന്തൽ കത്തിച്ചുകൊണ്ട് നടന്നുപോയത്. ആളുകൾ ഡയോജനിസിനോട് ചോദിച്ചു, എന്തിനാണ് പണ്ഡിതനായ ഡയോജനിസ് അങ്ങ് തന്നെ ഇത്ര വലിയ വിഡ്ഢിത്തം ചെയ്താൽ ഈ പൊതുജനങ്ങൾ പിന്നെ എന്ത് വലിയ മൗഢ്യമായിരിക്കും ഇവിടെ ചെയ്യാൻ തുനിയുക? സൂര്യൻ കത്തിജ്വലിക്കുമ്പോ എന്തിനാണ് ഒരു റാന്തൽ? സൂര്യൻ നട്ടുച്ച നേരത്ത് ഉജ്ജ്വലമായി ജ്വാലയും പ്രഭയും കിരണവും പ്രകാശവും പ്രസരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ എന്തിനാണ് അങ്ങയുടെ ഒരു അരണ്ട് വെളിച്ചമുള്ള മെഴുകുതിരി? എന്തിനാണ് അങ്ങയുടെ അരണ്ട് വെളിച്ചമുള്ള ഒരു റാന്തൽ? അതുകൊണ്ട് റാന്തൽ കെടുത്തണം. ഈ സൂര്യൻ ജ്വലിക്കുമ്പോ എന്തിനാണ് ഒരു റാന്തൽ? അതിന് ഡയോജനിസ് പറഞ്ഞ മറുപടി, ഞാൻ മനുഷ്യനെ തെരയുകയാണ്, ആ മനുഷ്യനെ തെരയാൻ എനിക്കൊരു റാന്തൽ കത്തിക്കേണ്ടി വന്നു. അവന്റെ ഹൃദയങ്ങളിൽ എല്ലാം ഇരുട്ടാൻ. അതുകൊണ്ട് വളർന്നു വരുന്ന നമ്മുടെ മക്കള് പറയണം, ജിന്ദഗി ശം കി സൂറത്ത് ഹോ ഖുദായാ മേരി. അല്ലാഹുവേ, എന്റെ ജീവിതം ഒരു മെഴുകുതിരി വെട്ടം പോലെ ജ്വലിക്കണം തമ്പുരാനെ. എന്റെ ഉപ്പമാരെ, എന്റെ ഉമ്മമാരെ, നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നവരാൻ. അവര് പഠിച്ചു വരുമ്പോ നമ്മുടെ സ്വപ്നം എന്താണ്? ഖബറിൽ ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കണം. എന്റെ പൊന്നുമോന്റെ സലാം എനിക്ക് കിട്ടണം. അസ്സലാമു അലൈക യാ ഉമ്മീ. പ്രിയപ്പെട്ട ഉമ്മ, അങ്ങ് പഠിക്കാൻ പറഞ്ഞയച്ച പൊന്നുമോൻ അങ്ങയുടെ ഖബറിന്റെ ചാരത്ത് വന്നിട്ട് സലാം പറയുകയാണ്, അങ്ങേക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയാണ്, അങ്ങേക്ക് വേണ്ടി അല്ലാഹു റബ്ബ് തആലയുടെ ദർബാറിലേക്ക് 2 കൈയും നീട്ടി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പടച്ചോനെ, എന്നെ ഞാനാക്കിയ എന്റെ മാതാവാണ് ഈ കിടക്കുന്നത്. അതുകൊണ്ട് പടച്ച റബ്ബേ, എന്നെ ഞാനാക്കിയ എന്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത്. ആ കുട്ടിയോടെ ഒറ്റ ദുആ മതി നമുക്ക് പരലോകം രക്ഷപ്പെടാൻ. അങ്ങനെയുള്ള ഒരൊറ്റ സന്തതി മതി നിങ്ങൾക്ക് സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് ഓടിപ്പോകാൻ. അങ്ങനെയുള്ള ഒറ്റ സന്താനം മതി നിങ്ങൾക്ക് കാലാകാലവും സ്വർഗത്തിൽ കിടക്കാൻ. ഈ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വആശിഖുഹാ അദല്ലു മിനൽ ദലീലി.
ദുനിയാവ് ഏറ്റവും കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്. അതിന്റെ പിറകെ പോകുന്നവനാണെങ്കിൽ നിന്യന്മാരിൽ വെച്ച് ഏറ്റവും നിന്യനെയാണ്. ഈ ദുനിയാവ് ഇങ്ങനെ കടന്നു പോവുകയാണ്. സുഖലോലുപതയുടെ ദുനിയാവ്, കണ്ണഞ്ചിപ്പിക്കുന്ന ദുനിയാവ്. മാപ്പിളക്കവിയുടെ മാപ്പിളപ്പാട്ട് പാടിയിട്ടാണ് ഞാൻ എന്റെ പ്രഭാഷണം ഇവിടെ തുടക്കം കുറിച്ചത്. അതിലെ വിഷയം ഖബറാൻ, അതിലെ വിഷയം മരണമാണ്, അതിലെ വിഷയം ദുനിയാവിന്റെ നശ്വരതയാണ്. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. വഗ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ചക്ഷുശ്രവണകളസ്തമാം ദർദുരം. ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അത് സംസ്കൃത ശ്ലോകമാണ്. തീയിലേക്ക് നീട്ടപ്പെട്ട ഒരു ഇരുമ്പിന്റെ ദണ്ട് മണിക്കൂറുകളോളം അഗ്നിയിൽ വേവിക്കുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ് തീയിലേക്ക്, അഗ്നിയിലേക്ക്, ചൂളയിലേക്ക്, തീഗോളങ്ങളിലേക്ക് നീട്ടപ്പെട്ട ഇരുമ്പിന്റെ ദണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് അഗ്നിയുടെ നാളങ്ങളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അതിന് നല്ല ചെമപ്പ് നിറമായിരിക്കും. അത് പഴുത്തിട്ട് ഇരുമ്പിന്റെ ദണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്നുണ്ടാകും. ആ പഴുപ്പിക്കപ്പെട്ട ലോഹത്തിന്റെ മുകളിലേക്ക് നിങ്ങളുടെ വിരൽ തുമ്പിൽ നിന്നുള്ള ഒരു വെള്ളത്തിന്റെ ശീകരം, ഒരു ജലകണിക, ആ പഴുപ്പിക്കപ്പെട്ട ഇരുമ്പ് ദണ്ടിന്റെ മുകളിലേക്ക് നിങ്ങളൊന്ന് കൊടഞ്ഞു കഴിഞ്ഞാൽ അത് നിമിഷാർദ്ധം കൊണ്ട് നാമാവശേഷമാകുന്നതാണ്. അതാണ് വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന. അഗ്നിയിൽ ചൂടാക്കപ്പെട്ട ലോഹം, ലോഹസ്താംബു ബിന്ദുന. ആ ലോഹത്തിന്റെ മുകളിലേക്ക് വീണുപോയ ബിന്ദു പോലെ, വെള്ളത്തുള്ളി പോലെ. സന്നിഭം, അതുപോലെയാണ് മർത്യജന്മം, മനുഷ്യന്റെ ജീവിതം. ഈ ദുനിയാവിന്റെ മുകളിലൂടെയുള്ള നമ്മുടെ ജീവിതം ക്ഷണഭംഗുരം, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. കടലിന്റെ തിരമാലകളെ കാണാൻ ഉമ്മയുടെ കയ്യും പിടിച്ചിട്ട് നമ്മുടെ കുട്ടി നടന്നു പോകാറുണ്ട്. സന്ധ്യാ നേരത്ത് കടൽ തീരത്തിലൂടെ ഓമന പൂമോൻ മാതാവിന്റെ കോന്തല പിടിച്ചിട്ട് നടക്കുമ്പോ ഓരോ തിരമാലകളെയും കടലമ്മ തീരത്തേക്ക് എത്തിച്ച് തീരത്തെ നക്കി തിരമാല തിരിച്ചു പോകുമ്പോ ഈ കടപ്പുറത്തുണ്ടാകും നുരയും പതയും നിറഞ്ഞ കുറച്ച് കുമിളകള്. അവ ലക്ഷോപലക്ഷങ്ങളാണ്. അവ കണ്ണഞ്ചിപ്പിക്കുന്നവയാണ്. അത് ഹൃദയാവർജകമുളവാക്കുന്നവയാണ്. അത് മനോഹരമായ ദർശനങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. കുട്ടി, ഉമ്മ, ഈ കുമിള എന്താണ് എന്ന് ചോദിക്കുമ്പോഴേക്ക് കുമിള പൊട്ടി നാമാവശേഷമായി. തിരയിൽ നിന്ന് തീരത്തേക്ക് കടന്നു വരുന്ന കുമിളകളെ പോലെ ഭൗതിക ലോകം. വഹ്നി സന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അതുപോലെയാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ട് ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. പാമ്പിന്റെ കഴുത്തിൽ കുടുങ്ങിക്കിടക്കുന്ന തവള, സർപ്പം തവളയെ വിഴുങ്ങിയിരിക്കുകയാണ്. ദർദുരം എന്ന് പറഞ്ഞാൽ സംസ്കൃത ഭാഷയിൽ തവളയാൻ. ചക്ഷുശ്രവണം എന്ന സംസ്കൃതത്തിൽ പറഞ്ഞാൽ അത് സർപ്പമാണ്. ചക്ഷുശ്രവണകളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കാം. നമ്മുടെ സുഖങ്ങളെല്ലാം ക്ഷണികമാണ്, നമ്മുടെ സുഖങ്ങളെല്ലാം നൈമിഷികമാണ്. പെട്ടെന്ന് മരണം. അതുകൊണ്ട് സുഖങ്ങളൊക്കെ നൈമിഷികാണ്. ആ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ നല്ല വാക്ക് പറയാ, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ മതക്കാരുണ്ടായിരുന്ന എൻ്റെ LP സ്കൂളിന്റെ വരാന്തയിൽ ഇരുന്നിട്ട് ഞാനും വരാന്തയിൽ വന്നിട്ട് പ്രാർത്ഥന ഓതും. ഏതാണ് പ്രാർത്ഥന? ഹെഡ്മാഷ് എഴുതി തന്ന സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു കുട്ടി എന്റെ കൂടെ ആ പ്രാർത്ഥന ചെല്ലാനുണ്ട്. അവൻ ഹൈന്ദവനാണ്, ഞാൻ മുസൽമാനാണ്. ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഞങ്ങളുടെ LP സ്കൂളിന്റെ വരാന്തയിൽ നിന്നിട്ട് അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോ സുബ്രഹ്മണ്യൻ അവന്റെ ദൈവത്തോട് പറഞ്ഞതും ഒറ്റ പ്രാർത്ഥനയാണ്,
നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, നല്ലൊരു വാക്ക് പറയാൻ ശക്തിയുണ്ടാകണം. പരിശുദ്ധ റസൂൽ 114 മുമ്പ് പറയുകയാണ്, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നിങ്ങളുടെ നല്ല വാക്ക് ദാനമാണ്. നിങ്ങളൊരു നല്ല വാക്ക് ഉച്ചരിച്ചാൽ അത് ദാനമാണ്. ഒരു നല്ല വാക്ക് പറയുന്നത് ദാനമാണെന്ന് പഠിപ്പിച്ചു ഇസ്ലാം. നോമ്പുണ്ട് നമുക്ക്, നിസ്കാരമുണ്ട് നമുക്ക്, വിശുദ്ധ ഖുർആന്റെ പാരായണമുണ്ട് നമുക്ക്, നേരത്തിന് ഹജ്ജുണ്ട്, ഉംറയുണ്ട്, മറ്റ് കൃത്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ സഹോദരനോട് ഒരു നല്ല വാക്ക് പറയാൻ ഈ ജീവിതത്തിന്റെ തിരക്കിന്റെ ഇടയിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് ഇസ്ലാമല്ല. അയൽപ്പക്കക്കാരിയോട് സഹോദരി, നീ നിന്റെ അയൽപ്പക്കക്കാരിയോട് ഒരു നല്ല വാക്ക് പറഞ്ഞോ? ഇല്ലേ? നമുക്ക് ഇസ്ലാമാകാൻ സാധ്യമായിട്ടില്ല. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല വാക്ക് ഉച്ചരിക്കൽ ദാനമാണ്. ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവീതികളിലൂടെ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒഴുകി കുത്തിയൊഴുകി അവരുടെ വാണിജ്യങ്ങളിലേക്ക്, അവരുടെ പാഠശാലയിലേക്ക്, അവരുടെ ജോലിസ്ഥലങ്ങളിലേക്ക്, അവരുടെ കമ്പനികളിലേക്ക്, അവരുടെ ഓഫീസുകളിലേക്ക്, ഓരോ ആളുകളും ഓരോ ലക്ഷ്യങ്ങളിലേക്ക് നടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആ ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവോരത്ത് ഒരു ദരിദ്രനായ, അന്ധനായ, വൃദ്ധനായ, കണ്ണ് കാണാത്ത ഒരു മനുഷ്യൻ ഒരു തകരപ്പാട്ട കയ്യിൽ പിടിച്ചിട്ട് യാചനയ്ക്ക് ഇരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ അന്ധനും വൃദ്ധനുമായ മനുഷ്യൻ ഈ ലണ്ടൻ നഗരത്തിന്റെ തെരുവോരത്ത് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തകരപ്പാട്ടയുടെ മുകളിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്, ഐ ആം എ ബ്ലൈൻഡ്, പ്ലീസ് ഹെൽപ്പ് മീ. ഞാനൊരു അന്ധനാൻ, അതുകൊണ്ട് എന്നെ നിങ്ങൾ സഹായിക്കണം. ഞാൻ കണ്ണ് കാണാത്തവനാൻ, അതുകൊണ്ട് ഞാൻ എന്റെ യാചനക്ക് വെച്ചിരിക്കുന്ന ഈ ഭിക്ഷാപാത്രത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ നാണകത്തുട്ടുകൾ നൽകിയിട്ട് എന്നെ സഹായിക്കണം. ആ വാക്ക് തകരപ്പാട്ടയുടെ മുകളിൽ എഴുതി വെച്ചിട്ടാണ് അന്ധനും വൃദ്ധനുമായ ഈ മനുഷ്യൻ യാചനക്കിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അതിലൂടെ കടന്നു പോവുകയാണ്. അദ്ദേഹത്തിന്റെ തകരപ്പാട്ട ശൂന്യമാണ്. നേരം പുലർന്നത് മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. നേരം നട്ടുച്ച നേരമായി, മധ്യാഹ്ന നേരമായി, എന്നിട്ടും തകരപ്പാട്ട ശൂന്യമാണ്. ആ നേരത്താണ് ഒരു പെൺകുട്ടി ലണ്ടൻ നഗരത്തിന്റെ തിരക്ക് പിടിച്ച തെരുവീതിയിലൂടെ ഈ അന്ധനായ മനുഷ്യന്റെ അരികിലൂടെ നടന്നു പോകാനിടയായത്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, വൃദ്ധനായ മനുഷ്യ, നിങ്ങൾ എപ്പ ഇരിക്കാൻ തുടങ്ങിയതാണ്? ഇദ്ദേഹം പറഞ്ഞുപോയി, ഞാൻ നേരം പുലർന്നത് മുതൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തോട് ഒറ്റ കാര്യത്തിന് സമ്മതം ചോദിക്കുകയാണ്, അന്ധനായ രക്ഷിതാവേ, നിങ്ങൾ ഈ തകരപ്പാട്ടയുടെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഈ മാറ്റർ ഒന്ന് മാറ്റി എഴുതാൻ, ഈ എഴുത്ത് ഒന്ന് മാറ്റി എന്റെ ഭാഷയിലേക്ക് മാറ്റി എഴുതാൻ നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ? ഇദ്ദേഹം പറഞ്ഞു, മോളെ, നിനക്ക് 100 വട്ടം സമ്മതമാണ്. ആ പെൺകുട്ടി എന്തോ എഴുതി വെച്ചിട്ട് തന്റെ സർവകലാശാലയുടെ ക്ലാസ് റൂമിലേക്ക് പഠിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. വൈകുന്നേര സമയമായി. അവരുടെ സർവകലാശാലയിലെ പഠനം അവസാനിച്ച് ക്ലാസ് റൂം അടച്ച്, വിദ്യാലയം അടച്ച്, ക്ലാസ് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി സന്ധ്യാനേരത്ത് വൈകുന്നേര സമയത്ത് ഇതേ തിരക്ക് പിടിച്ച തെരുവീതിയിലൂടെ തിരിച്ചു നടക്കുകയാണ്. ആ നേരത്തെ വൃദ്ധനായ മനുഷ്യനെ കണ്ടുപോയി. ഹലോ എന്ന് പറഞ്ഞിട്ടവൾ അഭിസംബോധന ചെയ്തു പോയി. അദ്ദേഹം അവരുടെ ശബ്ദം കേട്ടപ്പോ മനസ്സിലായി, ഇത് നേരത്തെ ഉച്ചക്ക് വന്നിട്ട് എന്റെ തകരപ്പാട്ടയുടെ മുകളിലുള്ള ബോർഡ് മാറ്റി എഴുതിയ പെൺകുട്ടിയല്ലേ. മോളെ, ഇങ്ങ് കടന്നു വരണം. എന്റെ തകരപ്പാട്ട നിറഞ്ഞു തുളുമ്പിയിരിക്കുകയാണ്. അത് ഡോളറുകളെ കൊണ്ട് നിർഭരമായിരിക്കുകയാണ്. എന്തൊരു മെസ്മറിസമാണ്, എന്ത് മാസ്മരികതയാണ്, എന്ത് അത്ഭുതമാണ്. എന്റെ കുഞ്ഞു മോളെ, നീ എന്റെ തകരപ്പാട്ടയുടെ മുകളിൽ എഴുതി വെച്ചത് അതറിയാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത വൃദ്ധനായ ഈ രക്ഷിതാവിന് താല്പര്യമുണ്ട്. ആ പെൺകുട്ടി പറയാൻ തുടങ്ങിപ്പോയി, ഉച്ചനേരത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അങ്ങയുടെ യാചനയുടെ ഭിക്ഷാപാത്രം ശൂന്യമാണ്. ഞാൻ ആ ബോർഡൊന്ന് മാറ്റിവെക്ക് എഴുതുകയാണ്. അങ്ങ് എഴുതിയിരുന്നത് ഐ ആം എ ബ്ലൈൻഡ്, ഞാനൊരു അന്ധനാണ്, അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നായിരുന്നുവെങ്കിൽ ഞാൻ ആ ബോർഡ് മാറ്റി എഴുതിയിരിക്കുകയാണ്. എന്താണ് ഞാൻ എഴുതിയത്? മറ്റൊന്നുമല്ല, നിങ്ങൾ എഴുതിയ അതേ
ആശയം. പക്ഷെ ഭാഷ ഒന്ന് മാറ്റിപ്പിടിച്ചു ഞാൻ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇന്നത്തെ ദിവസത്തിന് എന്തൊരു ഭംഗി. ബട്ട് ഐ കുഡിന്റ് സീ ഇറ്റ്. അത് കാണാൻ അന്ധത ബാധിച്ചുപോയ പാവപ്പെട്ട ദരിദ്രനായ അന്ധനായ വൃദ്ധനായ ഈ അരക്ഷിതാവസ്ഥ പേറിക്കൊണ്ടിരിക്കുന്ന എനിക്ക് സാധ്യമല്ലാതെ പോയി. നിങ്ങളെല്ലാം ഈ മനോഹരമായ ഹരിതാപ കാണുകയാണ്, നിങ്ങളെല്ലാം ഈ നീലമേലാപ്പ് കാണുകയാണ്, നിങ്ങളെല്ലാം ഈ ചിറകിട്ടടിക്കുന്ന ചിത്രശലഭങ്ങളെ കാണുകയാണ്, നിങ്ങളെല്ലാം ഈ കളകളാരവം മുടക്കിക്കൊണ്ടിരിക്കുന്ന അരുവി കാണുകയാണ്, നിങ്ങളെല്ലാം ഈ പച്ചപ്പുതപ്പ് വിരിച്ചിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങൾ കാണുകയാണ്, നിങ്ങളെല്ലാം കൊച്ചു കുട്ടികളുടെ നിഷ്കളങ്കതയുടെ മുഖം കാണുകയാണ്. അത് കാണാൻ എന്റെ ദൈവം തമ്പുരാൻ എന്റെ കണ്ണുകൾക്ക് വെളിച്ചം തരാതെ പോയി. എന്റെ കണ്ണിന് അന്ധത ബാധിച്ചുപോയി. എന്റെ കണ്ണുകൾക്കുള്ളിൽ ഇരുട്ട് കേറിപ്പോയി. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഈ ദിവസത്തിന് എന്തൊരു ഭംഗി. ബട്ട് ഐ കുഡിന്റ് സീ ഇറ്റ്. നിങ്ങളെല്ലാം ഈ ദിവസത്തിന്റെ ഭംഗി കണ്ണുകളെ കൊണ്ട് ആസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദൈവം കണ്ണിന് കാഴ്ച തരാത്ത ഈ ദരിദ്രനാരായണനായ ഞാൻ അത് കാണാതെ ഉള്ളിന്റെ കണ്ണുകൊണ്ട് അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ട് സമാധാനിക്കുകയാണ്. ആ ബോർഡ് തകരപ്പാട്ടയുടെ മുകളിൽ ഈ പെൺകുട്ടി എഴുതി വച്ചതാണ്. അവള് ഭാഷ മാറ്റി പിടിച്ചതോടുകൂടെ ആ നഗരവീഥികളിലൂടെ നടന്നുപോയ മനുഷ്യന്റെ മനസ്സലിയുകയാണ്. അവരുടെ പോക്കറ്റിൽ നിന്ന് ഡോളറുകൾ പുറത്തേക്ക് വരികയാണ്. ശൂന്യമായി കിടന്ന തകരപ്പാട്ടയിലേക്ക് അവരാ ഡോളറുകളെ നിക്ഷേപിക്കുകയാണ്. അതാണ് നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. പണ്ട് LP സ്കൂളിന്റെ വരാന്തയിൽ വെച്ചിട്ട് പാടിപ്പോയ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് മതേതര ഭാരതത്തില് അഭിനവ സമകാലിക ഇന്ത്യയിൽ ഒരു മുസ്ലിമായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോ, മറ്റു മതക്കാരോട് ഇടപെടുമ്പോൾ, അവർക്കിടയിലൂടെ ജീവിക്കുമ്പോൾ, നമ്മുടെ മതസ്ഥനായ ആളോട് പോലും ഇടപെടുമ്പോൾ, അവർക്കിടയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമുക്കിടയിലുള്ള അവശരായ ആളുകൾക്കിടയിലൂടെ ജീവിക്കുമ്പോൾ, അവരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. 14 മുമ്പ് അറേബ്യൻ മണലാരണ്യത്തിലൂടെ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് പ്രബോധനം നടത്തുന്ന പരിശുദ്ധ ത്വാഹ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നായകനാണ് ലോകത്തെ പഠിപ്പിച്ചത്. ആരാണത് കേൾക്കുന്നത്? അറാബിയാൻ, അജമിയാൻ, അറബിയാൻ, അരക്ഷിതാവസ്ഥ പേറിക്കൊണ്ടിരിക്കുന്ന നിരക്ഷരനാൻ, ഒരു ഹർഫ് പോലും പഠിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവനാൻ. മേലോട്ട് നോക്കിയാൽ നീല ആകാശം, താഴെ നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന മരുപ്പറമ്പ്. തങ്ങളുടെ കൈകളിൽ ഒട്ടകത്തെ തെളിക്കാനുള്ള ചാട്ടവാറല്ലാതെ എന്റെ ജീവിതത്തിന് മറ്റൊരു സ്വപ്നമില്ല എന്ന് രായിക്ക് രാമാനം നാഴികയ്ക്ക് 40 പ്രാവശ്യം ചർവിത ചർവണം ചെയ്തുകൊണ്ട് പറഞ്ഞുപോയ കാട്ടറബിയുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടാണ് പരിശുദ്ധ റസൂൽ ഓതിക്കൊടുത്തത്. ഒട്ടകങ്ങൾ എങ്ങനെയാണ് പടക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പഠിക്കണം. ആകാശം എന്ന് പറയുന്ന നീലമേലാപ്പിനെ എങ്ങനെയാണ് പരിശുദ്ധനായ തമ്പുരാൻ ഒരു തൂണ് പോലും ഇല്ലാതെ ഉയർത്തിയിരിക്കുന്നത് എന്ന് അന്വേഷണം നടത്തണം. അപ്പോഴാണ് അവിടെ ഒരു ദൈവമുണ്ട്, അവിടെ ഒരു സൃഷ്ടാവുണ്ട്, അവിടെ ഒരു ക്രിയേറ്റർ ഉണ്ട്, അവിടെ ഒരു സംവിധായകനുണ്ട്, അവിടെ ഒരു സൃഷ്ടികർത്താവായ ഉടയ തമ്പുരാനുണ്ട് എന്ന് നിരീശ്വര വിശ്വാസി പോലും കടന്നു വന്നിട്ട് വിശ്വസിക്കുകയുള്ളൂ. വഇലൽ ജിബാലി കൈഫ നുസിബത്, ഭൂമി ആടാതെ ഉലയാതെ ബാലൻസ് കീപ്പ് ചെയ്തിട്ട് നിലനിൽക്കാൻ ഭൂമിയുടെ ആണിയായിട്ട് എങ്ങനെയാണ് പടച്ച തമ്പുരാൻ പർവ്വതങ്ങളെ സംവിധാനം ചെയ്തത്? വഇലൽ അർളി കൈഫ നുസിബത്, എങ്ങനെയാണ് വിശാല വിസ്തൃതമായ ഭൗമമണ്ഡലത്തെ പരത്തപ്പെട്ടത്? നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ മക്കളെ, പരിശുദ്ധ മതത്തിന്റെ അനുയായികളെ, നിങ്ങൾ സുവോളജി പഠിക്കണം, ജന്തുശാസ്ത്രം പഠിക്കണം, നിങ്ങൾ ജിയോഗ്രഫി പഠിക്കണം, ഭൗമശാസ്ത്രം പഠിക്കണം, നിങ്ങൾ ആസ്ട്രോളജി പഠിക്കണം, വാനനിരീക്ഷണ ശാസ്ത്രം പഠിക്കണം.
സഹാബി പിൽക്കാലത്ത് വാന നിരീക്ഷണ ശാസ്ത്രം പഠിക്കുകയാണ്. ആ വാന നിരീക്ഷണ ശാസ്ത്രം പഠിച്ച സഹാബി മത്സ്യബന്ധനത്തിന് വേണ്ടി തിരമാല കുട്ടികൾക്കിടയിലൂടെ കടലിന്റെ അഗാധതകളിലേക്ക് തോണി തുഴഞ്ഞിട്ട് കടന്നു പോവുകയാണ്. ഉൾക്കടലിൽ അവർ എത്തിച്ചേരുമ്പോ അന്ധകാരമുറ്റി നിൽക്കുന്ന അർദ്ധരാത്രിയിൽ പോലും നക്ഷത്രങ്ങളെ അടയാളം പിടിച്ചിട്ടാണ് ആ സഹാബി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഇങ്ങനെ ആസ്ട്രോളജി പഠിച്ചു. ഏത് ദിശയിലേക്കാണ് വാനലോകത്തെ നക്ഷത്രം ദിശ നിർണയിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, ആ ദിശയിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് അതൊരു കോമ്പസാണ്, അതൊരു അടയാളമാണ് എന്ന് പറഞ്ഞിട്ട് കോടാനക്കോടി നക്ഷത്രങ്ങളുള്ള ആകാശത്തിൽ നിന്ന് തങ്ങളുടെ നാട്ടിലേക്ക് ദിശയായ നക്ഷത്രത്തെ പഠിച്ചിട്ട്, രാശിശാസ്ത്രം പഠിച്ചിട്ട്, ആ നക്ഷത്രത്തിന്റെ സഞ്ചാരങ്ങൾക്കനുസരിച്ചിട്ട് ജീവിതത്തിന്റെ കാറ്റലോഗ് ക്ലിയർ ചെയ്യാൻ, ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് ജീവിക്കാൻ ഒന്നുമറിയാത്ത നിരക്ഷരനായ സഹാബി പ്രാപ്തനായി. അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബി വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന വെള്ളി നക്ഷത്രങ്ങൾക്ക് തുല്യരാൻ. അതുകൊണ്ട് ഫബി അയ്യിമൻ ഇഖ്തദൈതും ഇഹ്തദൈതും, ആ സഹാബികളിൽ നിങ്ങൾ ആരെയാണോ പിൻപറ്റുന്നത് നിങ്ങൾക്ക് സന്മാർഗമുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാഹതു റഹ്റൂബിതു റഹ്ബർബിതു മൻസിബിതു നാഖുദാതു ബഹറതു കസ്തിബിതു സാഹിബിതു, എല്ലാം നീയാണ് തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് സർവസ്വം അള്ളാഹുവിലേക്ക് സമർപ്പണം നടത്തിയിട്ടുള്ള മനോഹരമായ ജീവിതത്തിന്റെ ഇല്ലിസ്ട്രേഷൻ, ആവിഷ്കാരമായിരുന്നു അവിടെ കാണാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് they accepted the ideology, they came to Islamic fold and course their own life. The Arabs who were slaves to the wine avoided it totally. മദ്യത്തിന്റെ അടിമകളായിരുന്ന അറബി പിൽക്കാലത്ത് മദ്യത്തെ ഉച്ചാടനം ചെയ്യാൻ, മദ്യമില്ലാതെ എനിക്ക് ജീവിതമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാട്ടറബി പിന്നെ മദ്യത്തെ വിച്ഛേദിക്കുകയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഉപ്പ വസിയത്ത് എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്തിന്? ഞാൻ മുന്തിരിവള്ളിയിൽ നിന്നാണ് ഇത്രകാലം മദ്യമുണ്ടാക്കിയത്, അതുകൊണ്ട് മുന്തിരിവള്ളിയോട് എനിക്കൊരു കടപ്പാടുണ്ട്. എന്റെ 6 അടി മണ്ണിലേക്ക് അതിന്റെ വേരിൽ നിന്ന് ഉറ്റി വീഴുന്ന വെള്ളത്തുള്ളി അത് മദ്യമായി സങ്കല്പിച്ചിട്ട് കബറിൽ കിടക്കാനാണ്. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ ഉപ്പാന്റെ കബർ ഒരുക്കേണ്ടത് മുന്തിരിവള്ളിയുടെ ചുട്ടിലാണ് എന്ന് പറഞ്ഞു പോയ അറബി. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം. അന്നത്തെ അറബിയുടെ സ്വപ്നമാണത്. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം. എന്നും അതിന്റെ ലഹരിയിൽ ഇന്നെന്റെ തുന്തിലദാമനം മൂളിപ്പറക്കണം. മുന്തിരിച്ചാറ് പോലെയുള്ള വാറ്റുചാരായത്തിന്റെ ചഷകം, വാറ്റുചാരായം പാർന്നു വെച്ചിട്ട് അതിങ്ങനെ നൊരഞ്ഞു പൊങ്ങുന്ന ചഷകം, ആ ചഷകത്തിൽ നിന്ന് ഓരോ കപ്പ് കള്ളിങ്ങനെ എടുത്തു കുടിച്ചിട്ട് എനിക്കിങ്ങനെ ജീവിതത്തെ ആസ്വദിക്കണം. എൻജോയ് ദി ലൈഫ്, ജീവിതം ആസ്വദിക്കൂ. ആ ആസ്വാദനം നടത്തിയിരുന്ന കാട്ടറബിയുടെ മുമ്പിലേക്ക് പരിശുദ്ധ പരിഷ്കർത്താവ് കടന്നു വരികയാണ്. ആ ആസ്വാദനം നടത്തിയ കാട്ടറബി ലൈലയോടൊപ്പം കഴിഞ്ഞുപോയ രാത്രികളെ പറ്റി കവിത ചൊല്ലിയ അറബിയാൻ. കാമുകിയുടെ കൈയും പിടിച്ച് ഒഴിഞ്ഞ മരിപ്പറമ്പിലൂടെ തെരുവ് തണ്ടിയെ പോലെ ജീവിച്ച അശ്ലീലങ്ങളുടെ ജീവിതത്തെ സാഹിത്യത്തിലേക്ക് കോറിയിട്ടിട്ട് ലോകത്തോട് കവിത പാടിയവനാൻ. ചിന്താസുന്ദര കാവ്യവും ലഘുതരം ഭോജ്യങ്ങളും ചിന്തിപ്പവും പദ പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും കാന്തേ എന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹാ സ്വർലോകമാണോമലേ. ഉമർ ഖയ്യാമിന്റെ റുബായിയാത്ത് എന്ന് പറയുന്ന അറബ് ഭാഷയിൽ ഏറ്റവും മഷ്ഹൂറായ കവിതയാണിത്.
റുബാഇയാത്ത്, ഉമർ ഖയ്യാമിന്റെ റുബാഇയാത്ത് എന്ന് പറയുന്ന അറബ് കവിതയുടെ മലയാള പരിഭാഷ MP അപ്പൻ എന്ന് പറയുന്ന കവി മധുരോത്സവം എന്ന ശീർഷകത്തിൽ കേരളീയരെ പരിചയപ്പെടുത്തുകയാണ്. ഉമർ ഖയ്യാം അന്നത്തെ കാട്ടറബിയുടെ ജീവിതത്തെ പറ്റി പറഞ്ഞത് ഉമർ ഖയ്യാമിന്റെ കവി റുബാഇയാത്തിനെ പരിഭാഷപ്പെടുത്തി മധുരോത്സവം എന്ന പേരിൽ മലയാളക്കരയിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയിലൂടെ MP അപ്പൻ അന്നത്തെ കാട്ടറബി, പരിശുദ്ധ റസൂൽ കടന്നു വരുമ്പോ ഉണ്ടായ കാട്ടറബി, വിജ്ഞാനമില്ലാത്തവൻ, വിദ്യയില്ലാത്തവൻ, സംസ്കാരമില്ലാത്തവൻ, സംസ്കാരത്തിന്റെ അല്പം പോലും തൊട്ട് തീണ്ടാത്തവൻ, അവൻ കവിത പാടുകയാൻ. ചിന്താസുന്ദര കാവ്യവും എന്റെ മുമ്പിലേക്ക് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സംഗീതം കടന്നു വരണം, ലഘുതരം ഭോജ്യങ്ങളും മദ്യത്തിന്റെ കൂടെ തോണ്ടിക്കൂട്ടാൻ അല്പക്കൂട്ടാനുകൾ കൂടി എന്റെ സദസ്സിലേക്ക് കടന്നു വരണം. ചിന്തിപ്പും പദ പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫാടിക കിണ്ണവും. മൂന്നാമതായി എനിക്ക് ആവശ്യമുള്ളത്, ആദ്യം സംഗീതമാണ് വേണ്ടത്, പിന്നെ തോണ്ടിക്കൂട്ടാനുള്ള ആവശ്യ വസ്തുക്കളാണ് വേണ്ടത്. മൂന്നാമതായി ഞാൻ ആവശ്യപ്പെടുന്നത് ചിന്തിപ്പും പദ പൊങ്ങി വീഞ്ഞു നിറയും വാറ്റുചാരായം നിറഞ്ഞു പൊങ്ങുന്ന ചഷകം, മദ്യത്തിന്റെ പാനപാത്രമാണ് എനിക്ക് വേണ്ടത്. നാലാമതായി എനിക്ക് വേണ്ടത് കാന്തേ എന്റെ കാമുകി എന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ. ഞാനിങ്ങനെ മദ്യം കുടിച്ചിട്ട് തോണ്ടിക്കൂട്ടേണ്ട മുലാഫാത്തുകളെ തോണ്ടിക്കൂട്ടിയിട്ട് ഒരു സംഗീതത്തിന്റെ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് മതിമറന്നിട്ട് കടന്നു പോകുമ്പോ, കാന്തേ പ്രിയപ്പെട്ട കാമുകി എന്നരികത്തിളം തന്നലായി നീ പാടാനുമുണ്ടെങ്കിലോ. നീ എന്റെ പരിസരത്ത് വന്നിട്ട് മദ്യത്തിന്റെ മധുരോത്സവം നടത്തിയ എന്റെ മുമ്പിൽ വന്നിട്ട് നൃത്തം ചെയ്തിട്ട് നീ ഒരു പാട്ടുകാരിയായി മാറുകയാണെങ്കിൽ എന്റെ അവസ്ഥ എന്താണ്? കവി പറയുകയാണ്, അന്നത്തെ കാട്ടറബി പറയുകയാണ്, കാന്താരസ്ഥലി പോലും മിന്നിവനുഹാ സ്വർലോകമാണോ മലേ. നരകത്തിന്റെ തീകുണ്ടാരത്തിൽ നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ടാലും അത് സ്വർഗമായി ഞാൻ സങ്കല്പിച്ചിട്ട് മൃതിയടയുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു ജന്മങ്ങള്, എൻജോയ് ദി ലൈഫ്, ജീവിതം അങ്ങനെ ആസ്വദിക്കൂ. അങ്ങനെ ആസ്വദിച്ച് തീർത്ത ഒരു പറ്റ അനുയായികൾ ആൾക്കാരുടെ മുമ്പിലേക്ക് വന്നിട്ട് ആ കൗമിനെയാണ് പരിവർത്തനം എന്ന് പറഞ്ഞാൽ 23 വർഷം കൊണ്ട് സ്ഫുടഭാഗം ചെയ്തെടുത്തിട്ട് എണ്ണയിട്ട യന്ത്രങ്ങളെ പോലെ ഇസ്ലാമിന്റെ അനുയായികളാക്കി മാറ്റിയത്. ആ ആൾക്കാരെ പറ്റിയാണ് ഇസ്ലാമിലെ നബി തങ്ങൾ പറഞ്ഞത്. പിന്നെ പിൽക്കാലത്ത് ഇവരെ മാറ്റിയെടുത്ത ഡ്രാസ്റ്റിക് ചേഞ്ച്, സമൂല പരിവർത്തനം, ഈ കൗമനെ മാറ്റിയെടുത്തിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം, ഇന്ന് അവർ എന്റെ സഹാബിയാണ്. അതുകൊണ്ട് അവര് വാനലോകത്ത് വഴിപിഴപ്പിക്കാത്ത നക്ഷത്രങ്ങളെ പോലെയാണ്. 1,24,000 പരം വരുന്ന എന്റെ സഹാബത്തിൽ നിന്ന് ആരെയാണോ നിങ്ങൾ പിൻപറ്റിയത്, ഏതൊരു മെമ്പറാണെങ്കിലും ശരി, അത് എന്റെ സഹാബിയാണോ, ഇഹ്തദൈത്തും, നിങ്ങൾ സന്മാർഗമുള്ളവരായി നിങ്ങൾ അവർ പഠിപ്പിക്കൂല. ആ പറയുന്ന തരത്തിലേക്ക് സഹാബി വളർന്നു, ആ പറയുന്ന തരത്തിലേക്ക് സഹാബിയുടെ സംസ്കാരം ഉയർന്നു. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അഷറഫുൽ ഖൽഖ് ലോകത്ത് നടപ്പാക്കിയ പരിവർത്തനം ആഴത്തിൽ നിന്ന്, അടിത്തട്ടിൽ നിന്നുള്ള പരിവർത്തനമാണ്. അല്ലാതെ നമ്മളിപ്പോ നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഈ വയത് പറയണ മാതിരിയല്ല. ഇതെന്താണ്? ഈ കേൾക്കുന്ന നിങ്ങൾ എന്നേക്കാൾ പ്രബുദ്ധരാണ്. ഈ കേൾക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രായം ചെന്ന കാരണന്മാരുണ്ട്. അവർ ശൈശവം മുതൽ ഇസ്ലാമിന്റെ പാതിരാ പ്രസംഗം കേൾക്കുന്ന ആൾക്കാരാണ്. അവര് കൗമാര പ്രായത്തിൽ 10 കിതാബ് ഓതാൻ പോയ ആൾക്കാരാണ്. അവര് പിന്നെയും മജ്ലിസുൽ ഇൽമിലൂടെ പങ്കെടുത്തവരാണ്. അവര് ദീനിന്റെ ഒരുപാട് മജ്ലിസുകളിൽ അറ്റൻഡ് ചെയ്തവരാണ്. അവർ ഓരോ ദിവസവും വെള്ളിയാഴ്ച പ്രഭാഷണങ്ങൾ കേൾക്കാതെ ഉച്ചഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരാത്തവരാണ്. കാരണം എന്താ? അത് കേട്ടിട്ട് വേണം ജീവിതത്തിൽ പകർത്താൻ. അങ്ങനെ ഇസ്ലാമിനെ പറ്റി എന്നേക്കാൾ അറിഞ്ഞ ആളുകളുടെ മുമ്പിലാണ് ഇപ്പൊ ഞാൻ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹിന്റെ റസൂൽ വരുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പാരിറ്റീവ്ലി
നമ്മളതിനെപ്പറ്റി ചിന്തിക്കണ്ടേ? എന്തൊക്കെ റിസ്ക്കാണ് പരിശുദ്ധ റസൂൽ എടുത്തത്. മദ്യനിരോധനത്തിന് 4 ഘട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ 23 വർഷത്തെ പ്രബോധനത്തിന്റെ ഇടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയിട്ടുണ്ടെങ്കിൽ അത് മദ്യനിരോധനത്തിലാണ്. നോമ്പ് കമ്പൾസറിയാക്കാൻ എനിക്കത്ര വിയർപ്പൊഴുക്കേണ്ടി വന്നിട്ടില്ല. നിസ്കാരം കമ്പൾസറിയാക്കാനും എനിക്കത്ര റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. സക്കാത്ത് 2.5 നിങ്ങൾ കമ്പൾസറി ആയിട്ടും സക്കാത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സഹാബികൾ അത് ഏറ്റെടുക്കാൻ. പക്ഷേ മദ്യനിരോധനത്തിനാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എന്ന് വിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ? ഒന്നാമത് പറഞ്ഞു, നിങ്ങൾ ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നുമാണ് കള്ളുണ്ടാക്കുന്നത്. മുഹമ്മദ് അത് അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൺലി ഇഖ്ബാർ, ഒരു വിവരമറിയിക്കൽ മാത്രം. നമ്പർ 2 അവരോട് പറഞ്ഞു, ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, നിങ്ങളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിന് ഉപകാരം വളരെ കുറവാണ്, ഉപദ്രവം വളരെ കൂടുതലാണ്. ഒരുപറ്റ ആൾക്കാർ പറഞ്ഞു, ഉപദ്രവം കൂടുതലായ ഉപകാരം കുറഞ്ഞൊരു സാധനത്തിന്റെ പിറകെ പോണെന്തിനാണ്? മുഹമ്മദ് നമ്മൾ അതല്ലേ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരുപറ്റ ആൾക്കാർ അന്ന് തന്നെ മദ്യം അവോയ്ഡ് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. പക്ഷെ വീണ്ടും മഹാഭൂരിപക്ഷ ആൾക്കാരും കുടിയന്മാരായി തുടർന്നു. കാരണം എന്താണ്? റെസ്ട്രിക്റ്റഡ് ആക്കിയിട്ടില്ല, മദ്യത്തെ നിരോധിതമാക്കിയിട്ടില്ല. 3ാമത്തെ ഘട്ടം വരുന്നപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിൽ ഒരു സൽക്കാരം സംഘടിപ്പിക്കാൻ. അറബികൾ അല്ലെങ്കിലും സൽക്കാരത്തിന്റെ വിഷയത്തിൽ വലിയ മാന്യന്മാരാണ്. ഹോസ്പിറ്റാലിറ്റി ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു തലമുറയാണ് അറബികൾ. യൂറോപ്യൻ പോലും അതിഥിയെ സൽക്കരിക്കുന്നതിന്റെ മര്യാദ പഠിച്ചത് അറബിയുടെ ജീവിതത്തിലൂടെയാണ്. അതിഥി ദേവോ ഭവ, അതിഥിയെ ദൈവമായി സങ്കല്പിക്കണം എന്ന സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്. സംസ്കൃതത്തിന്റെ ആചാര്യന്മാര് അത് ശ്ലോകങ്ങളുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കാനുണ്ടായ കാരണം അറബിയാണ്. അറബിയിൽ നിന്നാണ് സംസ്കാരത്തെ പഠിച്ചത്. അതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി വയാഫത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് അറബികളാണ്. അറബികൾക്കാരാണത് പഠിപ്പിച്ചു കൊടുത്തത്. പരിശുദ്ധ റസൂലുള്ളാഹിന്റെ വല്യപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നമുക്കറിയാം, വീട്ടിലേക്ക് അതിഥികളായ മാലാഖമാര് കടന്നു വരികയാണ്. അതിഥികളായ മാലാഖമാര് ആരൊക്കെയാണത്? ഒന്ന് അസ്രായീൽ, ഒന്ന് ജിബ്രീൽ, ഒന്ന് ഇസ്രാഫീൽ. ഈ 3 മലക്കുകൾ എങ്ങോട്ടാണ് കടന്നു പോകുന്നത്? അവര് ലൂത്ത് നബിയുടെ തലമുറയെ, സമുദായത്തെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് ഹോളി ലാൻഡ് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് കാണാം. ചാവുകടൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഡെഡ് സീ, ചാവുകടൽ, അൽ ബഹറുൽ മയ്യിത്ത് എന്ന് നമ്മൾ വിളിക്കുന്ന ചാവുകടൽ. ആ ചാവുകടലുള്ള സ്ഥലത്തേക്ക് ഇസ്രായേലിന്റെ, ഫലസ്തീനിന്റെ അതിർത്തി പ്രദേശത്താണ് അന്നത്തെ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായം ജീവിച്ചു പോയത്. അവരല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു, അവരെ നശിപ്പിക്കണം. എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത്? അവര് താമസിച്ച് ജീവിച്ചു പോകുന്ന ഭൂമി അവർക്ക് മുകളിലൂടെ മറിച്ചിട്ടിട്ട് അവര് ഭൂമിയുടെ താഴെ വരണം, ഭൂമി അവരുടെ മുകളിൽ വരണം. അള്ളാന്റെ അദാബ്, കടുത്ത അദാബ് ഇറങ്ങിയ സ്ഥലമാണ്. ആ അദാബ് ഇറങ്ങിയ സ്ഥലത്താണ് ഇന്ന് ചാവുകടലുള്ളത്. അതുകൊണ്ട് ലോകത്ത് മറ്റ് കടലുകളിലേക്കാൾ വലിയ ഉപ്പിന്റെ സാന്ദ്രതയാണ് ചാവുകടലിലുള്ളത്. ഒരാൾ ചാവുകടലിൽ ഇങ്ങനെ മലർന്നു കടന്നാൽ അയാൾ ഒരിക്കലും താന്നു പോകുന്നതല്ല. വിനീതനായ ഞാൻ അവിടെ പോയി കടന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇസ്രായേലിലുണ്ട് ചാവുകടൽ. അതുപോലെ തന്നെ നമുക്കറിയാം ജോർദാനിന്റെ ഭാഗത്തുണ്ട് ചാവുകടൽ. ഈ ചാവുകടലിലേക്ക് നമ്മൾ വസ്ത്രം മാറിയിട്ടൊന്ന് കടന്നു പോയാൽ നമ്മൾ താഴ്ന്നു പോകുന്നതല്ല. അതിന്റെ കാരണം സയൻസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഉപ്പിന്റെ ഡെൻസിറ്റിയാണ്, ഉപ്പിന്റെ സാന്ദ്രതയാണ്. ലോകത്ത് മറ്റ് കടലുകളിൽ ഉള്ളതിനേക്കാൾ 7 ഇരട്ടിയുടെ മുകളിലാണ് ചാവുകടലിൽ ഉപ്പ് കിടക്കുന്നത്. അതുകൊണ്ട് ഒരാൾ അതിൽ കിടന്നു കഴിഞ്ഞാൽ അയാൾ താഴ്ന്നു പോകുന്നതല്ല. ഈ അനുഭവം നമുക്കുണ്ടായതാണ് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അത്രയും കടുത്ത അള്ളാഹുവിന്റെ അദാബ് ഒറ്റയടിക്ക് ഇറങ്ങിയത് കൊണ്ടാണ് ഈ കടലിന്റെ ഉപ്പിന് സാന്ദ്രത വർദ്ധിച്ചത് എന്ന് പോലും അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തലമുറയെ ആക്രമിക്കാൻ, അവർക്ക് തലക്ക് മുകളിലൂടെ അദാബിനെ ഇറക്കി കൊടുക്കാൻ, പത്തിരി ചട്ടിയിൽ നിന്ന് പത്തിരി മറിച്ചിടും പോലെ ഒരു സമുദായത്തിന്റെ ജനങ്ങളെ ഒന്നടങ്കം നശിപ്പിക്കാൻ വേണ്ടി രൗദ്രഭാവം പൂണ്ട രക്തരക്ഷസുകളെ പോലെ, ഡ്രാക്കുളകളെ പോലെയാണ് 3
മാലാഖമാര് വേഷപ്രച്ഛന്നരായി കണ്ടാൽ പേടിപ്പെടുത്തുന്ന വേഷം പേറിയിട്ട് കടന്നുപോയത്. പോകുന്ന വഴിയിൽ ജിബ്രീൽ പറഞ്ഞുപോയി, അസ്രാഈലേ ഇസ്രാഫീലേ, പോകുന്ന വഴിയിൽ നമ്മുടെ ഖലീലിന്റെ വീടുണ്ട്, അള്ളാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം പ്രവാചകന്റെ വീടുണ്ട്. നമുക്ക് ആ വീട്ടിൽ കയറിയിട്ട് മതി ലൂത്തിന്റെ സമുദായത്തെ അദാബ് ഇറക്കിയിട്ട് നശിപ്പിക്കാൻ പോകാൻ. അവര് പറഞ്ഞു, സമ്മതിച്ചു. അവര് വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇടപെടുകയാണ്. ഈ കോലത്തിൽ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക് പോയാൽ നമ്മളെ കണ്ടിട്ട് ഇബ്രാഹിം ബോധരഹിതനായി പോകുന്നതാണ്. അതുകൊണ്ട് മാന്യന്മാരായ മനുഷ്യരുടെ രൂപത്തിലേക്ക് നമുക്ക് രൂപാന്തരം പ്രാപിക്കാം. 3 മലക്കുകൾ നല്ല വെള്ള വസ്ത്രധാരികളായ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നല്ല മാന്യന്മാരുടെ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ വീട്ടിൽ കയറി ഇവർ ഇരിക്കുകയാണ്. ഇബ്രാഹിം നബി കാണാൻ മനസ്സിലായില്ല. നല്ല ഫിഗറുള്ള, നല്ല ബോഡി ലാംഗ്വേജുള്ള, അത്യാവശ്യ സ്റ്റാറ്റസ് ഉള്ള മനുഷ്യന്മാരാണ്, ഹൈഫൈ പ്രൊഫൈലുള്ള മനുഷ്യന്മാരാണ് എന്ന് ഇബ്രാഹിം നബിക്ക് ബോധ്യപ്പെടുകയാണ്. ഇബ്രാഹിം നബി 3 ആളുകളെ കണ്ട ഉടനെ തന്നെ അവിടെ കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ്. ഈ മനുഷ്യന്റെ മാന്യത ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന രംഗമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഹാജർ എന്ന് പറയുന്ന ഭാര്യയുടെ അടുക്കലേക്ക് കടന്നു പോയിട്ട് വിഷമത്തോടുകൂടെ പറയാൻ, ഹാജർ, അടുക്കളയിൽ പണിയെടുക്കുന്ന എന്റെ പ്രിയതമയായ ഹാജർ, 3 പേര് വന്നിരിക്കുകയാണ്. അവർ ഒറ്റ നോട്ടത്തിൽ തന്നെ മാന്യന്മാരാണ് ഹാജർ. അതുകൊണ്ട് നമുക്ക് മോശാക്കാൻ പറ്റൂല. നല്ല ഭക്ഷണം കൊടുക്കണം, അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം, നല്ല വിരുന്നൂട്ടണം. അവര് നല്ല വസ്ത്രധാരികളാണ്, അവര് മാന്യമായി പുഞ്ചിരിച്ചവരാണ്, അവർ ഏതോ വലിയ ടീമാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. ഈ മനുഷ്യരോട് മാന്യമായി പെരുമാറൽ നമ്മുടെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട ഹാജർ. ഹാജർ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭർത്താവേ, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടിയുണ്ടാക്കി കറി വെച്ചാൽ മാത്രം പോരാ, നമുക്ക് പശുക്കുട്ടിയെ അറുക്കണം. ഭർത്താവ് അതിന് സന്നദ്ധത അറിയിക്കുകയാണ്. ഇത്ര കാലം അവര് പോറ്റി വളർത്തിയ പശുക്കുട്ടിയെ അറുക്കാൻ ഒരു ഭാര്യയും ഒരു ഭർത്താവും അടുക്കളയിൽ നിന്ന് മൂർച്ചയുള്ള കത്തിയെടുത്ത് കടാരയെടുത്തിട്ട് ആലയിലേക്ക് കടന്നുപോയി ആ പശുക്കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ചു, അതിനെ കശാപ്പ് ചെയ്തു, തൊലി ഉരിഞ്ഞു, മാംസങ്ങളെ ശകലങ്ങളാക്കി കഷ്ണങ്ങളാക്കി ചെമ്പിലിട്ട് വേവിച്ചു. നല്ല പാകമായ മാംസമായി പശുക്കിടാവിന്റെ മാംസമാണ്. അത് റൊട്ടിയിലേക്ക് ഒരു കറി വെച്ച് കൊടുത്തിട്ട് അത് തീന്മേശയിലേക്ക് കൊണ്ടുവന്നതിന്റെ ശേഷം അവരെ വിളിക്കുകയാണ്, ഭക്ഷണം റെഡിയാൻ, നിങ്ങൾ വരൂ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ്? എപ്പോഴാണ് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നത്? തീന്മേശയിൽ ഭക്ഷണം, വിഭവസമൃദ്ധമായ ഒരു ഡെലീഷ്യസ് ഫുഡ്, നല്ല ഒരു സ്വർഗീയ സദ്യ ഭാര്യയും ഭർത്താവും തയ്യാറാക്കിയതിന്റെ ശേഷമാണ് ഇബ്രാഹിം നബി ചോദിച്ചത്, നിങ്ങൾ ആരാണ്? ഏതായാലും വരട്ടെ, നിങ്ങൾക്കുള്ള ഭക്ഷണം എന്റെ അകത്തളത്തിൽ റെഡിയാൻ. ജിബ്രീൽ അലൈഹിസ്സലാം ഭവ്യതയോടുകൂടെ എണീറ്റ് നിന്നു, കൂടെ മറ്റുള്ള മലക്കുകളും എണീറ്റ് നിന്നു. ഞങ്ങൾ മനുഷ്യരൂപത്തിലാണ്, ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം ഇബ്രാഹിം, ഞങ്ങൾക്ക് തിന്നാൻ പറ്റൂല, ഞങ്ങൾക്ക് കുടിക്കാനും പറ്റൂല. ഞങ്ങൾ പരിശുദ്ധ തമ്പുരാന്റെ മാലാഖമാര്, ഞങ്ങൾക്ക് തീറ്റയില്ല, ഞങ്ങൾക്ക് കുടിയില്ല. ആ കിടക്കണ ചട്ടിയും കലും എന്തായി? ഒരു പശുക്കുട്ടിനെ അറുത്തു, വിഭവസമൃദ്ധമായ ഭക്ഷണം വെച്ചു. അതിന്റെ ശേഷമാണ് ക്വസ്റ്റ്യൻ, ഹു ആർ യു? നിങ്ങൾ ആരാണ്? ഈ ചരിത്രത്തിലൂടെ അള്ളാഹു ആ ഖുർആന്റെ ആയത്ത് അല്ലേ, അവരുടെ ആ പശുക്കുട്ടിയെ കറുത്ത രംഗമൊക്കെ അള്ളാഹു മനോഹരമായി ഖുർആനിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ട് പറയാൻ, എന്റെ പ്രവാചകന്റെ ഒരു മാന്യത, ലോകത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി പഠിപ്പിച്ച മനുഷ്യനാണ്. എല്ലാ മാന്യതയായിരുന്നു, ഭയങ്കര ലജ്ജയായിരുന്നു. വേറൊരു സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വന്നു. ഒന്നുമില്ല വീട്ടിൽ. ഭാര്യയുടെ അടുത്ത് പോയി ചോദിച്ചു, അതിഥികൾ വന്നിട്ടുണ്ട്, നമുക്ക് വല്ലതും സംതിങ് കൊടുക്കണ്ടേ? ഭാര്യ ഇങ്ങനെ കൈ മലർത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പാത്രം കയ്യിലെടുത്തിട്ട്, ഒരു ബക്കറ്റ് പോലെയുള്ള ഒരു പാത്രം കയ്യിലെടുത്തിട്ട് ഇവർക്ക് മുമ്പിലൂടെ ഇങ്ങനെ നടന്നുപോയി. എന്തിന്? പാടശേഖരത്തിൽ ആരെങ്കിലും കൊയ്യുന്ന കർഷകരുണ്ടെങ്കിൽ അവരോട് ഗോതമ്പ് കടം വാങ്ങാൻ പോയി. ഈ അതിഥികൾ ഇവിടെ ഇരുത്തിയിട്ടാ പോകുന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു മാന്യതയുടെ ഊക്കാണത്.
ഗോതമ്പ് കടം വാങ്ങാൻ കാലിയായ മൺപാത്രം പേറിയിട്ട മനുഷ്യൻ കടന്നുപോയി. അത് ഈ അതിഥികൾ കണ്ടിട്ടുണ്ട് എന്ന് ഈ മനുഷ്യനെ ബോധ്യപ്പെടുകയാണ്. പാടശേഖരത്തിലൂടെ ഒരുപാട് നടന്നു, ഒരു കർഷകനെയും കണ്ടില്ല. കണ്ടവർ കടം കൊടുക്കാൻ സന്നദ്ധരായതുമില്ല. ഈ മനുഷ്യൻ കാലിപാത്രമായിട്ട് ഇനി എങ്ങനെയാണ് എന്റെ അതിഥികളുടെ മുമ്പിലൂടെ ഞാൻ തിരിച്ചു പോവുക എന്ന് ഭയപ്പെട്ടിട്ട് ലജ്ജ കാരണം തല താഴ്ത്തി പാടത്തിരുന്നു. പിന്നെ ബോധ്യം വന്നു, പഠിച്ചോൻ എന്നാലും അതിഥികളുടെ മുമ്പിൽ മാനം കെടാൻ പാടില്ല. ഇതില് കല്ലെങ്കിലും നിറച്ചിട്ട് എന്റെ ഗേറ്റിന്റെ മുമ്പിലൂടെ, വീട്ടിന്റെ മുമ്പിലൂടെ എനിക്ക് പോകണം. ആ മൺപാത്രത്തിൽ നിറയെ പാടത്തുനിന്ന് മണ്ണ് നിറച്ചിട്ട് ഊരമ്മൽ കെട്ടിയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കൊണ്ടുപോയി. നല്ല ഭാരണ്ട്. അതിഥികൾ വലിയ പ്രതീക്ഷയിലുമായിരുന്നു. എന്നിട്ട് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ഹാജറിനോട് പറയാണ്, എടീ അതിഥികൾ വന്നു, ഗോതമ്പ് കിട്ടിയതുമില്ല. ഞാൻ മാന്യത രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇതില് ഈ മണ്ണിന്റെ കുടുക്കയില് മണ്ണ് നിറച്ചിട്ട് വരികയാണ്, ഗോതമ്പ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും ഇതിലേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹലായ ഫള് കൊണ്ട് ആ നിർഭരമായി നിറച്ചിരുന്ന മണ്ണ് മുഴുവൻ ഗോതമ്പായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അന്ന് ആ മനുഷ്യൻ സദ്യ വെച്ചിട്ട് മാനം കാത്തത് എന്ന് ചരിത്രം പറയാൻ. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ. അതുകൊണ്ട് സംസ്കൃതത്തിൽ, മഹാഭാരതത്തിൽ സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനായി ദൈവമായി സങ്കല്പിക്കണം. സന്യാസിമാര് തന്നെ പറഞ്ഞു, ഇത് അറേബ്യൻ കൾച്ചറാണ്. അറബ് രാജ്യത്തേക്ക് കൾച്ചർ കൊണ്ടുവന്നതാരാണ്? മില്ല, ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് എന്റെ മുസ്ലിം യുവാക്കളെ, ഇബ്രാഹിം നബിയുടെ കൾച്ചർ നമ്മുടെ ജീവിതത്തിന്റെ റോൾ മോഡൽ ആക്കേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ്. ലോകത്താദ്യമായി മനുഷ്യ ശരീരത്തിലെ ക്ഷൗര്യം ചെയ്യേണ്ട രോമങ്ങളെ ക്ഷൗര്യം ചെയ്തിട്ട് പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയാണ്. മീശ വെട്ടിയത് ചരിത്രത്തിൽ ആദ്യം ഇബ്രാഹിം നബിയാണ്. താടി ലെവൽ ചെയ്തത് ഇബ്രാഹിം നബിയാണ്. അത്രകാലം അലക്ഷ്യമായിട്ട് താടിമുടി വളർത്തുന്ന രംഗായിരുന്നു. ഈ ക്ഷൗര്യ പ്രയോഗം, ഈ കത്രിക്കുന്ന പ്രയോഗം, ആയുധ പ്രയോഗം മുഴുവൻ നടത്തിയത് ഇബ്രാഹിം നബിയാണ്. അതൊക്കെ കൾച്ചറാണ്. നമ്മൾ ഭാരതത്തിൽ മോഹൻജദാരോ സിവിലൈസേഷൻ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം പഠിച്ചിട്ടുണ്ട്, നമ്മൾ സിന്ധു നദീതട സംസ്കാരം പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഹാരപ്പൻ കൾച്ചർ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈജിപ്ഷ്യൻ കൾച്ചർ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സംസ്കാരങ്ങൾ. എന്നാൽ ഈ സംസ്കാരങ്ങൾക്കൊക്കെ ശിലഭാഗിയ ഒരു സംസ്കാരത്തിന്റെ ചക്രവർത്തിയെ നമുക്ക് മറക്കാൻ പാടില്ല. ആരാണത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ സയ്യിദിനാ ഇബ്രാഹിം വഅലാ ആലി സയ്യിദിനാ ഇബ്രാഹിം. അതുകൊണ്ട് ആഗ് ഹേ നംറൂദ് ഹേ ഔലാദ ഇബ്രാഹിം ഹേ, क्या किसी को किसी पर इम्तिहान मकसूद है. ഉത്തരേന്ത്യൻ കവി ചോദിക്കാൻ, ആഗ് ഹേ, കൂട്ടരെ നിങ്ങൾ ഒരു ഭാഗത്ത് തീ കണ്ടവരാൻ. ചരിത്രം വായിച്ചപ്പോ നമ്മൾ വലിയൊരു തീയിന്റെ ചരിത്രം വായിച്ചവരാൻ. ഏതാണ് ആ തീയിന്റെ ആള്? നംറൂദ് ഹേ. നമ്മുടെ കരളിന്റെ കഷ്ണമായ ഇബ്രാഹിം നബിയെ തീയിലിട്ട് നശിപ്പിക്കാൻ വേണ്ടി തീ തയ്യാറാക്കിയ നംറൂദുണ്ട്. ആഗ് ഹേ നംറൂദ് ഹേ. ഒരു ഭാഗത്ത് അഗ്നിയുണ്ട്, അതിന്റെ ഉപാസകനായ നംറൂദുണ്ട്. ഇപ്പുറത്താരാളുള്ളത്? ഔലാദ ഇബ്രാഹിം ഹേ. ഇപ്പുറത്തുള്ളത് ഇബ്രാഹിമിന്റെ സന്തതികളാണ് അലൈഹിസ്സലാത്തു വസ്സലാം. ലോകത്ത് ആദ്യമായി ചേലാകർമ്മം ചെയ്തത് ഇബ്രാഹിം നബിയാണ്. പിൽക്കാലത്ത് സയൻസ് ഒക്കെ അത് അംഗീകരിച്ചു, ശാസ്ത്രലോകം അംഗീകരിച്ചു. സഹോദര മതസ്ഥരായ ഡോക്ടർമാരടക്കം സ്വന്തം മക്കളെ ഇപ്പൊ ചേലാകർമ്മം ചെയ്യാൻ. ഇതര മതക്കാരായ അഭ്യസ്ത വിദ്യരായ ഡോക്ടേഴ്സ് മുഴുവൻ അവരുടെ ആൺമക്കളെ നിശ്ചിത പ്രായമാകുമ്പോൾ ചേലാകർമ്മത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിന്? ഇത് മുഹമ്മദ് മുസ്തഫാന്റെ സുന്നത്താണ്. മുഹമ്മദ് മുസ്തഫാക്ക് ഈ സുന്നത്ത് കൊടുത്തത് മുഹമ്മദ് മുസ്തഫാന്റെ വല്ലിപ്പയായ ഇബ്രാഹിം പ്രവാചകനാണ് അലൈഹിമസ്സലാത്തു വസ്സലാം. എന്താണ് ഇതിന്റെ കാരണം? അമേരിക്കയില് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം നടത്തിയിട്ട് പറഞ്ഞു, ഗർഭാശയ ക്യാൻസർ കണ്ടെത്തപ്പെട്ട സ്ത്രീകളിൽ ഒരൊറ്റ സ്ത്രീ പോലും ചേലാകർമ്മം നടത്തപ്പെട്ട ഭർത്താവിന്റെ ഭാര്യയായിരുന്നില്ല. ഞാൻ വിശദീകരിക്കണില്ല.
ഗർഭാശയ ക്യാൻസർ കണ്ടെത്തപ്പെട്ട സ്ത്രീകളിൽ ഒരൊറ്റ സ്ത്രീ പോലും ചേലാകർമ്മം ചെയ്ത ഭർത്താവിന്റെ ഭാര്യയായിരുന്നില്ല. അപ്പൊ എന്താണ്? പുരുഷലിംഗങ്ങളിന്റെ ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് അള്ളിപ്പിടിച്ചു കിടക്കുന്ന മൂത്രത്തിന്റെ അംശങ്ങള് മാരകമായ അണുക്കളായി രൂപാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചേലാകർമ്മം ചെയ്തിട്ട് സുന്നത്ത് കല്യാണം നടത്തിയിട്ട് തന്നെ വേണം നിങ്ങൾ കുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ. പേരിന് സുന്നത്താണെങ്കിൽ ഇത് ഫർളാണ്. സുന്നത്തല്യാണെന്ന് പറയാൻ കാരണം അത് സുന്ന, അത് നബിയുടെ ചര്യ, ആ ചര്യയിൽപ്പെട്ടതാണ് എന്നുള്ള രീതിയിലാണ് ഇതിനങ്ങനെ ഒരു പേരുണ്ടായത്. അതുകൊണ്ട് ചേലാകർമ്മത്തിന്റെ ഇസ്ലാമിക ആരോഗ്യ വശങ്ങളെ ലോകപ്പ് പഠിക്കാൻ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും സാധ്യതയില്ലാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണലാരണ്യത്തിൽ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായി ചേലാകർമ്മം ചെയ്യുകയാണ്. അത് ഇബ്രാഹിമാണ് അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ തഫ്സീറിൽ പല പണ്ഡിതന്മാരും എഴുതി വെച്ചതായി കാണാം. നാളെ ബഅത്ത് നുശൂർ നടക്കുമ്പോ ആദ്യമായി അന്ത്യനാളിൽ ഖബറിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ പുനരുഴുന്നേൽപ്പിക്കപ്പെടുമ്പോ എല്ലാവരും വിവസ്ത്രരായിട്ടാണ്. എല്ലാവരും വിവസ്ത്രരായിട്ടാണ്. ഒരു വസ്ത്രം പോലും ഒരാളുടെ ശരീരത്തിലും ഉണ്ടായിരിക്കുന്നതല്ല. അവിടെ ആദ്യം വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് മുസ്തഫാന്റെ കൂടെ എന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ അഭിപ്രായപ്പെട്ട ആലിമീങ്ങളുണ്ട്. കാരണം ലോകത്ത് ആദ്യം ചേലാകർമ്മം ചെയ്തതിനോടുള്ള ഒരു ഹോണറബിൾ റെസ്പെക്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ചര്യകൾ ഒരുപാട് ചര്യകളുണ്ട്. ഇബ്രാഹിം നബിയുടെ മാന്യത. പിന്നെ ചാച്ചാജി എന്ന് നമ്മൾ നെഹ്റുവിനെ പറയണ മാതിരി ഇബ്രാഹിം നബി കുട്ടികളെ പ്രവാചകനായിരുന്നു. കുട്ടികളുടെ പ്രവാചകൻ. മക്കളെ കണ്ടാല് പിന്നെ വേറൊരു ഹാലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും. അതുകൊണ്ട് പുതിയ മക്കളിലേക്കൊക്കെ ഇത്തരം ഹിസ്റ്ററീസ് നമ്മൾ മെല്ലെ മെല്ലെ കൊടുക്കണം. അവരുടെ ബയോഗ്രഫി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം. പുതിയ തലമുറ ഒക്കെ ആനിമേഷൻ തേടി പോകാൻ. ഇപ്പൊ മനുഷ്യർ പഠിക്കാനും ആനിമേഷൻ CD കിട്ടണം. എന്തേ? ഉമ്മാക്കത് പറഞ്ഞു കൊടുക്കാൻ വശമില്ല. ഇത്ര കഷ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾ കരുണ ചെയ്യുക മറ്റുള്ളവരോട്, അപ്പൊ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യും. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക മറ്റുള്ളവരോട്, അപ്പൊ പടച്ച റബ്ബ് നിങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തു തരുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റ് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നിടത്ത്, അത് വഴിന്റെ വിഷയത്തിലാണെങ്കിലും, അത് സ്വത്തിന്റെ വിഷയത്തിലാണെങ്കിലും, അത് ശരീരത്തിന്റെ വിഷയത്തിലാണെങ്കിലും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അല്ലാഹു തആല ഇവിടെ തന്നെ അല്ലാഹുവിന്റെ വിട്ടുവീഴ്ചകൾ ഒരുപാട് നമുക്ക് ചെയ്തരും. കൊടുത്തതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് തന്നെ പോകുള്ളൂ. അത് നന്മയാണെങ്കിൽ നന്മ, അത് തിന്മയാണെങ്കിൽ തിന്മ. പഠിച്ചതേ പാടൂ. മൻ ഖദമ ഖുദിമ എന്ന് പറയാറുണ്ട് പണ്ഡിതന്മാർ. ആരാണ് ഇവിടെ അന്യനെ സേവിച്ചത്, അവന് മറ്റുള്ളവന്റെ സേവനം നിർബന്ധമാകുന്ന ഒരു ഘട്ടം വരുമ്പോ അവനെ സേവിക്കാൻ ആരെയെങ്കിലും അല്ലാഹു അവൻ മുമ്പ് സേവിച്ചതിന്റെ കാരണത്താൽ ഇവിടെ സംവിധാനിച്ചിരിക്കും. മൻ ഖദമ ഖുദിമ. അങ്ങനെയാണ്. കുരുത്തം പൊയ്ത്തോ എന്ന് പറയാറുണ്ടല്ലോ. പഠിക്കണ കാലത്ത് ഉസ്താദുമാർക്ക് എല്ലാ ഹുർമത്തും അദബും മര്യാദയൊക്കെ കൊടുത്തിങ്ങനെ വളർന്നു വന്ന ആൾക്കാര് നമ്മൾ ചരിത്രത്തിലൂടെ കണ്ടതാണ്. അവരൊക്കെ ആലിമീങ്ങളായ ആ കാലഘട്ടത്തിൽ അവർക്ക് ഹുർമത്ത് കൊടുക്കാൻ, അവർക്ക് അദബ് കൊടുക്കാൻ, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേറെ ഏതൊക്കെയോ തലമുറകളെ അല്ലാഹു തആല ഏതൊക്കെയോ വൈക്ക് സജ്ജീകരിച്ചിട്ടുണ്ടാകും. അതെല്ലായിടത്തും നമ്മൾ ചിന്തിക്കണം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ. ഇപ്പൊ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശ്രദ്ധിക്കുന്നത് ചെറിയ മക്കളാണ്. UP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. വലിയ ആൾക്കാർക്ക് ആ ബോധമൊന്നുമില്ല. കാരണം എന്താണ്? UP സ്കൂളിലോ LP സ്കൂളിലോ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ കുട്ടിക്ക് പരിസ്ഥിതി ബോധം നല്ലോണുണ്ട്, മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ബോധമുണ്ട്. എവിടെങ്കിലും വേസ്റ്റ് ഇടുമ്പോ ആരും ശ്രദ്ധിക്കൂലെങ്കിലും ചെറിയ മക്കള് ബാഗ് തോളിലിട്ടിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികള് ഒരു വേസ്റ്റ് കണ്ടാൽ ആ വേസ്റ്റ് എടുത്തിട്ട് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കും. അവർക്ക് മാലിന്യം അവിടെയും ഇവിടെയും കിടക്കുന്നത് അലോസരാണ്. കാരണം അവരുടെ സ്കൂളിൽ NSS ക്യാമ്പ് സജീവമാണ്. ഈ കോലത്തിൽ പോയാൽ മതിയോ മുസ്ലിങ്ങൾ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ. NSS ക്യാമ്പ് സജീവമാണ്. ഇപ്പൊ ഈ ക്രിസ്തുമസിന്റെ വെക്കേഷനിൽ വിനീതനായ ഞാൻ 6 NSS ക്യാമ്പിൽ നമ്മുടെ കുട്ടികളോട് അഭിസംബോധന ചെയ്യാൻ കടന്നുപോയി. വ്യത്യസ്തമായ NSS ക്യാമ്പുകൾ.
എല്ലാ മതക്കാരുമായ കുട്ടികൾ അതിലുണ്ട്, എല്ലാ മതക്കാരുമായ അധ്യാപികമാർ ആ കൂട്ടത്തിലുണ്ട്. പക്ഷേ അവര് കൈമുതലാക്കി സൂക്ഷിക്കുന്ന പ്രബുദ്ധത, ആ പ്രബുദ്ധതയുടെ നാലയലത്ത് പോലെ എത്താൻ നമ്മുടെ മതസംവിധാനങ്ങൾക്ക് സാധ്യമല്ലാതെ പോയി. നമുക്ക് മദ്രസകളില്ലേ, ആ മദ്രസകളിലൂടെ നമ്മുടെ കുട്ടികൾ പഠിച്ചു പോയിട്ട് പോലും ആ ഭൗതിക വിദ്യാർത്ഥിയുടെ പ്രബുദ്ധതയുടെ അരുപറ്റി നിൽക്കാൻ സാധിക്കാതെ പോയത് പിന്നെ എവിടെന്നാണ്? ഞാൻ പറയാറുണ്ട്, പെയിൻ ആൻഡ് പാലിയേറ്റീവ് പോലെയുള്ള സന്നദ്ധ സംഘടനകളിൽ മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ്. അത് പരിഹരിക്കേണ്ടത് പിന്നെ ആരാണ്? നമ്മളല്ലാതെ. രോഗിയെ പോയി ശുശ്രൂഷിക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാന്റെ റസൂല് പറയാറുണ്ട്, സിദ്ദീഖ് അള്ളാഹുവിന്റെ അടുക്കൽ എന്തുകൊണ്ടാണ് സിദ്ദീഖിന് ഇത്രയും വലിയ സ്ഥാനം കിട്ടാൻ കാരണം? നബിയെ, നിങ്ങൾ ഇടക്കിടക്ക് ചോദിക്കാറില്ല സഹാബികളെ, സിദ്ദീഖ് ഞങ്ങൾ നോമ്പ് നോൽക്കും പോലെയാണ് നോമ്പ് നോൽക്കുന്നത്, സിദ്ദീഖ് നിസ്കരിക്കും പോലെ ഞങ്ങളും നിസ്കരിക്കാറുണ്ട്, സിദ്ദീഖ് ഖുർആൻ ഓതുന്ന പോലെ ഞങ്ങളും ഓതാറുണ്ട്, എന്നിട്ടും അള്ളാന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനം സിദ്ദീഖിനാണ്. അതെന്തുകൊണ്ടാണ് നബിയെ എന്ന് പരിശുദ്ധ സഹാബികൾ ചോദിച്ചില്ലേ? നബി തങ്ങൾ വെയിറ്റ് ആൻഡ് സീ, നിങ്ങൾക്കത് മനസ്സിലാവും. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിതം പിന്നെ അവരിങ്ങനെ പഠിച്ചപ്പോ അവർക്ക് മനസ്സിലായി, ഈ ജീവിതത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ സിദ്ദീഖ് ഉയർന്നു പോയത് ഇബാദത്തിലല്ല, പിന്നെ പൊതുപ്രവർത്തനത്തിലാണ്. നമ്മൾ സിദ്ദീഖ് ഓതുന്ന പോലെ ഓതുന്നവരാണ്, സിദ്ദീഖ് നോമ്പ് നോൽക്കുന്ന പോലെ നോമ്പ് നോൽക്കുന്നവരാണ്, സിദ്ദീഖ് നിസ്കരിക്കും പോലെ നിസ്കരിക്കുന്നവരാണ് റളിയല്ലാഹു അൻഹു. പിന്നെ എവിടെയാണ് സിദ്ദീഖുൽ അക്ബറിനേക്കാൾ നമ്മളെ പിറകെ പോയത്? രോഗിയെ സന്ദർശിക്കുന്ന വിഷയത്തിൽ നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തെത്തിയിട്ടില്ല. പാവപ്പെട്ടവനെ സഹായിക്കുന്ന വിഷയത്തിലും നമ്മൾ സിദ്ദീഖ് വരെ അടുത്തെത്തിയിട്ടില്ല. ജനാസ സന്ദർശിക്കലും ശേഷക്രിയകളിൽ പങ്കാളിയാകുന്ന പൊതുപ്രവർത്തനങ്ങളിൽ സിദ്ദീഖുൽ അക്ബറിന്റെ പരിസരത്ത് പോലും എത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല. അവിടെയാണ് പ്രശ്നം കിടന്നത്. ഒറ്റ രാത്രി കൊണ്ട് 3 നേട്ടങ്ങൾ കിട്ടിയ മനുഷ്യനാണ് ഈ മനുഷ്യൻ. തങ്ങൾ വെറുതെ സഹാബികളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു ദിവസം സുബഹിസ്കാരം കഴിഞ്ഞിട്ട് വെറുതെ ഒന്നും അറിയാതെ എന്റെ സഹാബികൾ ഇപ്പൊ എവിടെ കിടക്കുന്നുണ്ട്, അവരെ ഇബാദത്തിന്റെ സ്റ്റാറ്റസ് ഒക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അവരെ ഒരു പരീക്ഷണം എന്നുള്ളതിൽക്ക് നബി തങ്ങൾ സുബഹിസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയിൽ എണീറ്റ് എല്ലാരും അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. വിശുദ്ധ സഹാബത്ത് ഇരുന്നു. അവര് മഴ നനഞ്ഞ ആട്ടിൻകുട്ടികളെ പോലെ നബിയുടെ അടുത്തലേക്ക് ഇങ്ങോട്ട് കൂട്ടം കൂടിയിരുന്നു. നബി ഞങ്ങൾ ചോദിച്ചു, ഞാൻ വെറുതങ്ങളെ ഇബാദത്തും നിങ്ങളെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടി വെറുതങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നലെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ പോയി, ഇന്ന് ബിലാലിന്റെ ബാങ്ക് സുബഹിക്ക് മുഴങ്ങിയ ഈ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ നിങ്ങൾ വരുന്നതിന്റെ ഇടയിൽ നിങ്ങളിൽ ആരാണ് ഒരു ജനാസ സന്ദർശനം നടത്തി മയ്യത്ത് നിസ്കാരത്തിൽ അതുപോലെ തന്നെ ശേഷക്രിയകളിൽ പങ്കാളിയാകാൻ ഭാഗ്യം ലഭിച്ചത്? ഒരാള് മാത്രം കൈ പൊന്തിച്ചു, അത് സിദ്ദീഖായിരുന്നു റളിയല്ലാഹു അൻഹു. ഇതേ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളിൽ ആർക്കാണ് ഒരു പാവപ്പെട്ടവന് ദാനം കൊടുക്കാൻ കഴിഞ്ഞത്? അപ്പോഴും കൈ വന്ദിച്ചത് സിദ്ദീഖായിരുന്നു റളിയല്ലാഹു അൻഹു. ഇതേ രാത്രി ഇന്നലെ ഇശാ നിസ്കാരത്തിന്റെ ശേഷം ഇന്ന് നമ്മൾ ഈ കൂടിയ സുബഹിന്റെ ഇടയിൽ നിങ്ങളിൽ ആർക്കാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായത്? ആരും കൈ പൊന്തിക്കാത്ത സദസ്സിൽ ഒരൊറ്റ മനുഷ്യൻ കൈ പൊന്തിക്കുകയാണ്. ആരാണത്? പർവാന ഗോചറാഹ് ഹേ ബുൽബുൽ കബൂൽ ബസ് സിദ്ദീഖ് കേ ലിയേ ഹേ ഖുദാ കേ റസൂൽ ബസ്. യാമ്പാറ്റക്ക് വെളിച്ചം മതി, ബുൽബുൽ പക്ഷികൾക്ക് തേനുള്ള പൂവ് മതി. നമ്മുടെ കഥാപാത്രമായ സിദ്ദീഖ് ഒരു യാമ്പാറ്റയാണ്, വെളിച്ചമാകുന്ന മുത്തുനബി മതി. നമ്മുടെ സിദ്ദീഖ് ഒരു ബുൽബുൽ പക്ഷിയാണ്, തേനുള്ള പുഷ്പമാകുന്ന പരിശുദ്ധ റസൂൽ മതി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഭാഗ്യവും ഒറ്റ രാത്രി സന്ധിച്ച ഒരേ ഒരു മനുഷ്യൻ, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വരണം സിദ്ദീഖേ, നിങ്ങൾ വരണം, നിങ്ങളെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്നലെ രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ പ്രഭാത നമസ്കാരത്തിന്റെ മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് ഈ 3 നന്മകളും ചെയ്യാൻ ഒരാൾക്ക് പോലും ഈ സദസ്സിൽ കഴിയാതെ വന്നപ്പോ അത് 3ഉം ചെയ്യാൻ അങ്ങേക്ക് എങ്ങനെ സാധിച്ചു? എനിക്ക് അത്ഭുതമുണ്ട്, നമ്മുടെ സഹാബികൾക്ക് അത്ഭുതമുണ്ട്,
അതൊന്ന് വിശദീകരിക്കണം. സിദ്ദീഖേ, ദയവ് ചെയ്തങ്ങ് കടന്നു വരണം. സിദ്ദീഖ് മുന്നിലേക്ക് വന്നു. പരിശുദ്ധ നായകന്റെ മുന്നിലെ സഫിൽ നിന്നു. സഹാബത്തിനോട് സലാം പറഞ്ഞിട്ട് തുടങ്ങി, നബിയെ, അങ്ങ് ഇമാമ നിന്ന ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് പോയപ്പോ അവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ജനാസ ഖബർ അടക്കി ദഫൻ ചെയ്തു. ശേഷക്രിയകളിൽ പങ്കെടുത്തു. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്തു. ഞാൻ എന്റെ ഭാര്യയുടെ റൂമിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ശയ്യ കൊണ്ടു. രാത്രി 3-3:30 മണിക്ക് ഞാൻ എണീക്കുകയാണ്. എന്റെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ കുറുക്കന്മാര് മാത്രം ഓരിയിടുന്ന, ലോകം മുഴുവൻ തണുപ്പിന്റെ കരിമ്പടം പുതച്ച് കൂർക്കം വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണലാരണ്യത്തിലൂടെ നിലാവിന്റെ വെളിച്ചത്തിൽ ഞാൻ മെല്ലെ മെല്ലെ വേച്ച് നടന്നുപോയി. നബിയെ, എവിടേക്ക്? അങ്ങയുടെ പള്ളിയെ ലക്ഷ്യമാക്കി ബിലാൽ മുഅദ്ദിനിന്റെ ബാങ്ക് കേൾക്കുന്ന അങ്ങയുടെ പള്ളിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴാണ് ഈ രാത്രി തന്നെ ഒരു മനുഷ്യൻ ഈ നിലാവിന്റെ വെളിച്ചത്തിൽ എന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അയാള് വല്ലതും തരണേ എന്ന് കൈനീട്ടിയിട്ട് യാചന നടത്തി. ഞാൻ എന്റെ ജുബ്ബയുടെ പോക്കറ്റിലേക്ക് കൈയിട്ട് അല്പം ദീനാറുകൾ എടുത്തിട്ട് അയാൾക്ക് ഈ രാത്രി തന്നെ ദാനം ചെയ്തു. നബിയെ, മൂന്നാമത് ഈ ബിലാലിന്റെ പാമ്പ് മുഴങ്ങുന്ന മദീന മുനവ്വറയുടെ മസ്ജിദുൻ നബവിയിലേക്ക് അങ്ങയുടെ നിസ്കാരത്തിന്റെ പിന്നിൽ ഒരു മഅ്മൂമായി നിൽക്കാൻ ജമാഅത്ത് നമസ്കാരം പ്രതീക്ഷിച്ചിട്ട് ഈ സിദ്ദീഖ് നടന്നു വരുമ്പോഴാണ് കലശലായ കുര കേൾക്കുന്നത്. ചുമച്ചിട്ട് ഒരാൾ കഷ്ടപ്പെടുന്ന ശബ്ദം കേട്ടത്. ഞാൻ ആവാതിരിഞ്ഞു മുട്ടി. രാത്രി ഉറക്ക് വരാത്ത ഒരു രോഗിയാണ് ആ വീട്ടിൽ കിടക്കുന്നത് എന്ന് എനിക്ക് പോയി അയാളെ സന്ദർശനം നടത്തി. രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നടത്തി. ഈ 3 പുണ്യവും കഴിഞ്ഞിട്ടാണ് നബിയെ ഞാൻ അങ്ങയുടെ പള്ളിയിലേക്ക് കടന്നു വന്ന നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഇസ്ലാമിന്റെ വർഷിപ്പ് എന്താണ്? ജനാസയെ സന്ദർശിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമില്ല. കോൺട്രിബ്യൂഷൻ കൊടുക്കുക, ഒരാൾക്ക് ഡൊണേഷൻ കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഇബാദത്ത് എന്ന് പറഞ്ഞ കാര്യമല്ല. രോഗസന്ദർശനം നടത്തുക, ഇതൊക്കെ സോഷ്യൽ വർക്കാണ്. ഇത് കേട്ടപ്പോ സിദ്ദീഖിന്റെ വയല് കേട്ടിട്ട് നബിതങ്ങൾ ഇരുന്ന് സഹാബത്ത് നിർനിമേഷരായിട്ട് വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ. ഓഹ്, എന്തൊരു മനുഷ്യൻ! ഞങ്ങളെ കൂട്ടത്തിലാണല്ലോ ഈ മനുഷ്യനും ജീവിക്കുന്നത്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായ സൈനുൽ ആബിദീൻ ഞങ്ങളെ പറ്റി ഇങ്ങനെ ഒരു ചരിത്രം പറയാറുണ്ട്. എന്ത്? ആ മനുഷ്യൻ ചെയ്ത സേവനങ്ങൾ അറിഞ്ഞതെപ്പോഴാണ്? റേഷൻ മുടങ്ങി. ഒരു മനുഷ്യന്റെ വഫാത്തോടുകൂടെ ആ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് റേഷൻ മുടങ്ങി. അപ്പോഴാണ് ആളുകൾ ചർച്ച ചെയ്തത്, ഈ മനുഷ്യൻ മരിച്ചപ്പോ എങ്ങനെ റേഷൻ മുടങ്ങിയെന്ന്. അപ്പോഴാണ് മയ്യത്ത് കുളിപ്പിച്ച ആള് പറഞ്ഞത്, മയ്യത്ത് കുളിപ്പിച്ചാൽ രഹസ്യം വെളിപ്പെടുത്താൻ പറ്റൂല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ഞാൻ സൈനുൽ ആബിദീൻ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ച ഞാനൊരു സത്യം വെളിപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ആ മയ്യത്തിനെ കുളിപ്പിച്ചപ്പോ ആ മയ്യത്തിന്റെ തോളത്തൊരു കറുത്ത പാട് കണ്ടിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ റേഷൻ മുടങ്ങാൻ കാരണം ഈ മനുഷ്യൻ ആ കുടുംബം പോലും അറിയാതെ അവര് നട്ടപ്പാതിരക്ക് കതകട്ടടച്ചിട്ട് കടന്നുറങ്ങുമ്പോൾ നേരം വെളുത്തിട്ട് അടുക്കള വാതിൽ തുറന്നു നോക്കുമ്പോ വീട്ടുപടിക്കൽ ഒരു ചാക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വന്നിട്ടുണ്ടാകും. ആ ആഴ്ചക്ക് ആ കുടുംബത്തിന് ഉള്ള എല്ലാ ഭക്ഷണ സാധനവും ആ ചാക്കിലുണ്ടാകും. അതൊരു മനുഷ്യന് തോളിൽ ചുമന്നിട്ട് ആരും അറിയാതെ ഇന്നാലിന്ന സ്ഥലത്തുനിന്ന് വാങ്ങി ചാക്കിൽ കെട്ടിയിട്ട് ഓരോ വീട്ടുപടിക്കൽ ഓരോ രാത്രി കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഈ മനുഷ്യന്റെ വഫാത്തോടു കൂടെ കുടുംബത്തിന്റെ റേഷൻ മുടങ്ങി, ചർച്ചയായി. അപ്പോഴാണ് മയ്യത്ത് കുളിപ്പിച്ച ആള് പറഞ്ഞത്, ഞാൻ ആ മനുഷ്യന്റെ മുതുകിൽ ഒരു കറുത്ത പാട് കണ്ടിരുന്നു. ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി കാൽക്കുലേറ്റ് ചെയ്തപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു അതൊരു പ്രസ്ഥാനമായിരുന്നു. ചില ആൾക്കാർ മരിച്ചു പോകുമ്പോ സമൂഹത്തിൽ സ്പേസ് ഇട്ടിട്ടാണ് മരിച്ചു. ആ സ്പേസ് ഫില്ലപ്പ് ചെയ്യാന് ഒരു പ്രതിഭാസത്തിനും പിന്നെ സാധ്യമല്ല. അവരാണ് സെലിബ്രിറ്റികൾ. അല്ലാതെ കണ്ട സ്പോർട്സ് താരങ്ങളോ സിനിമാ താരങ്ങളോ ഒന്നല്ല സെലിബ്രിറ്റീസ്. ഇവരാണ് സെലിബ്രിറ്റീസ്. ഇവർ ഐക്കണുകളാണ്, സമുദായത്തിന്റെ ഐക്കണുകൾ. ആ ഐക്കണുകളെ പക്ഷേ നമ്മളൊക്കെ തിരിച്ചറിയുന്നത് മരണത്തോടുകൂടെയാണ്. അതല്ലദീ അരിഫുൽ തഅരിഫുൽ ബത്ഹാഉ ബിതഅതഹു വൽ ബൈതു യഅരിഫുഹു
വൽ ഹല്ലു വൽ ഹറമു. മരുപ്പറമ്പിന് ചിരപരിചിതനായ മനുഷ്യനാണ്. അർദ്ധരാത്രിയിലൂടെ നടന്നുപോയ രാത്രിഞ്ചരനായ ഉമർ റളിയല്ലാഹു അൻഹു. രാത്രിഞ്ചരൻ എന്നൊരു മനുഷ്യന് സമുദായം പേര് കൊടുക്കാൻ. എന്താണ് രാത്രിഞ്ചരൻ എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാവരും പോയി പുതപ്പ് മൂടിയിട്ട് കിടന്നിറങ്ങുമ്പോ രാത്രി നടന്നു പോകുന്ന സഞ്ചാരിയായ മനുഷ്യൻ. ഉമറുൽ ഫാറൂഖിന് അറേബ്യൻ മണൽക്കാട് കൊടുത്ത പേരാണത്, രാത്രിഞ്ചരൻ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അരണ്ട നിലാവിന്റെ വെളിച്ചത്തിൽ ചൂട്ട് കത്തിച്ചിട്ട് നടന്നു പോകുന്ന ഭരണാധികാരി. ഉമറിനും കൊട്ടാരമില്ല, കൂട്ടിനോ പരിവാരുമില്ല, ചുറ്റും കാവൽക്കാരുമില്ല, ദുള്ള രാജാവ് അവരാ മഹാത്മാവ്. പക്ഷെ അണുപിട ഇസ്ലാമിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്ട്രിക്റ്റായ ഭരണമായിരുന്നു. ഒരു സ്ട്രോങ് ഭരണാധികാരി അറേബ്യൻ മണലാരണ്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പുറം നാടുകളിൽ വലിയ ചർച്ച നടക്കാൻ. ആ നേരത്താണ് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന രാജാവ് അറേബ്യൻ സിംഹാസനത്തിന്റെ ചക്രവർത്തിയായി ഭരണമേറ്റെടുത്തിട്ടുണ്ട്. അറേബ്യൻ മണ്ഡലത്തിന്റെ സിരാകേന്ദ്രത്തിലേക്ക്, അതിന്റെ സിംഹാസനത്തിലേക്ക് ആരൂഢനായിട്ടുണ്ട്. ആ ഭരണാധികാരിയെ കാണണം, ഉമറിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു പോകണം, ഉമറിന്റെ കാവൽക്കാരായ പട്ടാളക്കാരെ കാണണം. പാറാവുകാരായ പട്ടാളക്കാരോട് കവാടത്തിന്റെ മുമ്പിൽ വന്നിട്ട് കെഞ്ചിയിട്ടെങ്കിലും സമ്മതം തേടണം. കൊട്ടാര വളപ്പിലേക്ക് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടുമോ? ഖലീഫ ഉമറുൽ ഫാറൂഖ് എന്ന രാജാവിനെ കാണാനാണ്. ഈ ചർച്ചയൊക്കെ നടത്തിയിട്ട് ചട്ടം കെട്ടി സിറിയയിൽ നിന്ന് ഒരു കാഫില സംഘം പുറപ്പെടുകയാണ്. ഇവിടെ അറേബ്യൻ ഭരണാധികാരിയെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പോയി സന്ദർശനം നടത്താൻ. ഇനി കൊട്ടാരം എവിടെയെന്ന് അറിയണ്ടേ? ഇവര് നടന്ന് മണലാരണ്യത്തിൽ, മദീനയുടെ മണലാരണ്യത്തിലെത്തി. മദീനയിലാണ് കൊട്ടാരം എന്നവർക്കറിയാം. നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. അതാ ഈ നട്ടുച്ച നേരത്തെ ഒരു ബദാം മരത്തിന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുകയാണ്. ദരിദ്രനാരായണനെ പോലെ തോന്നിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. ആ മനുഷ്യനെ കാലുകൊണ്ട് തട്ടി വിളിച്ചു. അയാൾ ഉറക്കിൽ നിന്ന് എണീറ്റു. ഉറക്കത്തിന്റെ ചടപ്പിൽ നിന്ന് ചെങ്കണ്ണ പോലെ ചമന്നു പോയ കണ്ണുമായി അയാൾ തലമാന്തിയിട്ട് എണീറ്റിട്ട് ചോദിച്ചു, എന്തേ? അപ്പൊ ഈ കാഫില സംഘം പറഞ്ഞു, എവിടെയാണ് നമ്മുടെ രാജാവിന്റെ കൊട്ടാരം? ഏത് രാജാവ്? ഉമർ എന്ന് പറയുന്ന രാജാവ്. ഏത് ഉമർ? ഭരണാധികാരിയായ ഉമർ. ഏത് ഭരണാധികാരി? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഭരണാധികാരി. അപ്പൊ ഈ മനുഷ്യൻ ബദാമരത്തിന്റെ ചുവട്ടിൽ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും നിങ്ങൾ പദപ്രയോഗം നടത്തണ്ട. നിങ്ങൾ അന്വേഷിച്ച ഭരണാധികാരിക്ക് കൊട്ടാരമില്ല. നിങ്ങൾ അന്വേഷിച്ച ഭരണാധികാരിക്ക് പാറാവുകാരില്ല, സെക്യൂരിറ്റി ഗാർഡുകളില്ല. ആ ഭരണാധികാരി നിങ്ങൾ അന്വേഷിച്ചവനായ ഈ ഉമർ തന്നെയാണ്. ഞാൻ തന്നെയാണ് നിങ്ങൾ തേടി വന്ന രാജാവ്. അതുകൊണ്ട് എന്റെ സിംഹാസനം ഈ ബദാമരത്തിന്റെ ചുവട് തന്നെയാകാം. രാത്രികാലങ്ങളിൽ നടന്ന് എന്റെ ഭരണീയരുടെ ക്ഷേമാശ്വര്യങ്ങൾ അറിയാൻ പലപ്പോഴും നടക്കേണ്ടി വരുന്നത് കൊണ്ട് ഞാൻ ഉറങ്ങാറുള്ളത് ഈ നട്ടുച്ച നേരത്താണ്. ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിൽ വന്നിട്ട് തണൽ കൊണ്ട് ഞാൻ ഉറങ്ങാറുണ്ട്. അവർ അത്ഭുതപരതന്ത്രരാവുകയാണ്. അവരാ കാൽക്കൽ വീണിട്ട് മാപ്പ് പറയുകയാണ്. അവരോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എണീക്കണം, മാപ്പിനോടല്ല, ഞാനാണ് എന്റെ റബ്ബിനോട് മാപ്പ് പറയേണ്ടവൻ. ഉമർ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് രാത്രി നടക്കാനാണ്. ഉമർ ഇപ്പൊ ഉറങ്ങുന്നത് രാത്രി നടക്കാനാണ്. എന്റെ ഭരണത്തിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി ടൈഗ്രീസ് നദിയുടെ തീരത്ത് പട്ടിണി കടന്നു പോയാൽ ആ ആട്ടിൻകുട്ടിയുടെ വിശപ്പിന്റെ പേരിൽ പോലും പരിശുദ്ധ റബ്ബിനോട് കൈ കെട്ടിയിട്ട് ഉത്തരം വരേണ്ട കടപ്പാട് ഈ ഉമറുൽ ഫാറൂഖിനുണ്ടെന്ന പേടിയാണ് ഇപ്പൊ ഉറങ്ങാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, അപ്പം നടക്കാൻ. അങ്ങനെയുള്ള ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പഠിച്ചിട്ടാണ് ഇന്ത്യ രാജ്യത്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഭാരതത്തിൽ ഭരണം, നീതിദായകമായ ഭരണം വരണമെങ്കിൽ ചരിത്രം കണ്ട ഉമറുൽ ഫാറൂഖിന്റെ ഭരണം ഭാരതത്തിലേക്ക് വിരുന്നു വരണം എന്ന് അഭിപ്രായപ്പെട്ടത്. ആ അഭിപ്രായപ്പെട്ടതിന്റെ പേരിലാണ് നാഥുറാം ഗോഡ്സെമാരുടെ വെടിയുണ്ടകൾ നെഞ്ചടത്തിലേക്ക് ഏറ്റുവാങ്ങി രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. എന്തേ കാരണം? ഗാന്ധിജി നമ്മൾ പഠിച്ചതിനേക്കാൾ ഉമറുൽ ഫാറൂഖിനെ പഠിച്ച ആളാണ്.
ആഫ്രിക്കയിലേക്ക് LLB പഠിക്കാൻ, വക്കീൽ ബിരുദമെടുക്കാൻ മോഹൻദാസ് എന്ന് പറയുന്ന യുവാവായ ഒരു മനുഷ്യൻ ഗുജറാത്തിലെ കത്തിയാവാറിലെ പോർബന്തറിൽ നിന്ന് ട്രെയിൻ കയറി കടന്നു പോവുകയാണ്. എവിടേക്കാണ് പോയത്? ആഫ്രിക്കയിലേക്കാണ്. ആഫ്രിക്കയിൽ തന്റെ പഠനകാലത്ത് എല്ലാ കുട്ടികളും ഹോസ്റ്റലിൽ കടന്നുറങ്ങാൻ പോകുമ്പോ ബുദ്ധിമാനായ തന്റെ ഇടിയായ മോഹൻദാസ് കരംചന്ദ് ലൈബ്രറിയുടെ കോവണിപ്പടികൾ കയറിയിട്ട് ലൈബ്രറിയുടെ പുസ്തക ശേഖരത്തിലേക്ക് പോവുകയാണ്. രാത്രിയുടെ യാമങ്ങളിലെല്ലാവരും കിടന്നുറങ്ങുമ്പോ മോഹൻദാസ് വായനയിൽ മുരുകുകയാണ്. ആ മോഹൻദാസ് ഒരു രാത്രി കണ്ടെത്തിയ പുസ്തകമാണ് അറേബ്യൻ ഖുലഫാക്കളുടെ ചരിത്രം. അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഖലീഫ ഉമർ ബിൻ ഫാറൂഖ് ബിൻ ഖത്താബ് എന്ന പേരാണ്. അത് വായിച്ച് ദിവസങ്ങളോളം പിന്നെ അതിൽ ആകൃഷ്ടനാവുകയാണ്. ഉമറിന്റെ കഥകൾ ഇനിയും പഠിക്കണം എന്ന് തോന്നുകയാണ്. ഉമറിനെ പറ്റിയിട്ടുള്ള പുസ്തകമുണ്ടോ എന്ന് കാറ്റലോഗിൽ അന്വേഷണം നടത്തുകയാണ്. വീണ്ടും ആഫ്രിക്കൻ സർവകലാശാലയുടെ ലൈബ്രറിയുടെ പുസ്തകപ്പുരയിൽ ഉമറിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണം കഴിഞ്ഞിട്ടാണ്, ആ പഠനം കഴിഞ്ഞിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഭാരതത്തിലേക്ക് തിരിച്ചു വന്നത്, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായത്, ഒരു വലിയ പ്രസ്ഥാനമായി തീർന്നത്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തത്, ബ്രിട്ടീഷുകാരനെ അട്ടയോടിച്ചത്, കോഴിക്കോട് കടപ്പുറത്ത് വന്നിട്ട് പ്രഭാഷണം നടത്തിയത്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന പക്വതയുടെ സന്ദേശം കിട്ടിയത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷുകാരൻ പോലും വിളിച്ചതാ ഗാന്ധിയെ കണ്ടിട്ടാണ്. എന്തുകൊണ്ട് ഗാന്ധിക്ക് അങ്ങനെ ഒരു പ്രചോദനമായി? ബദാം മരത്തിന്റെ ചൂട്ടിൽ കടന്നുറങ്ങിയ ഭരണാധികാരിയാണ് എന്റെ റോൾ മോഡൽ. അതുകൊണ്ട് എല്ലാ മതക്കാരെയും പരിഗണിക്കണം. സ്വരാജ്, എന്റെ സ്വന്തം രാജ്യം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഗാന്ധിജി നടപ്പാക്കി. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന ചുങ്കം പിരിവുകൾ ഗാന്ധിജി ഇവിടെ നടപ്പാക്കി. ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പ്രതിഷേധ സമരങ്ങള് ഗാന്ധിജി ഇവിടെ നടപ്പാക്കി. ഓരോ കാര്യങ്ങളും നടപ്പാക്കുമ്പോ എന്റെ ഭരണീയർ എന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഓരോ രാത്രികളിലും ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ എന്റെ പ്രസ്ഥാനക്കാരായ ആളുകളെ, നിങ്ങൾ നടന്നു പോകണം. അവിടെ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന് രായ്ക്ക് രാമാനം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ബാപ്പുജി വിളംബരം ചെയ്തു. മരണത്തിന്റെ തൊട്ടുമുമ്പ് തീർത്താണ്ട് പറഞ്ഞു, ഇനി എന്റെ രാജ്യത്ത് സമാധാനത്തിന്റെ ഭരണം തിരിച്ചു വരണമെങ്കിൽ അറേബ്യയുടെ ഭരണാധികാരിയുടെ ഭരണം എന്റെ രാജ്യത്തേക്ക് പറിച്ചു നടണം. അത് പറയാൻ രാം എന്ന് ജപിച്ചുപോയ മഹാത്മജിക്ക് സന്മനസ്സുണ്ടായി പോയത് ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മഹാത്മജിയുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കി തീർത്ത ഇൻഫ്ലുവൻസ് ആണ്. ആ ചരിത്രം മുസ്ലിങ്ങളൊപ്പം എങ്ങനെ പഠിക്കണം? നീതിയുടെ ചരിത്രം നമ്മൾ എങ്ങനെ പഠിക്കണം? അല്ലെ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി പട്ടിണി കിടന്നാൽ അതിന് മറുപടി പറയേണ്ടത് ഈ ഖലീഫയാണ് എന്ന് ലോകത്തോട് വിളംബരം ചെയ്തൊരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മുമ്പിലാണ് ഇന്ന് ട്രംപ് കടന്നു വരുന്നത്. ആട്ടിൻകുട്ടി പോയിട്ട് പലസ്തീനിൽ ആയിരക്കണക്കിന് മക്കളെ നിഷ്ഠൂരമായി വെടിവെച്ചു കൊന്ന ഇസ്രായേലിന്റെ എംബസി പലസ്തീനിന്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി അത് മറ്റൊരു സ്ഥലത്തേക്ക് പുനഃസ്ഥാപിക്കുമ്പോ നെതന്യാഹുവിന് ഓശാന പാടുന്ന ഡൊണാൾഡ് ട്രംപ്, ആ ട്രംപിന്റെ കാലത്തേക്ക് നമ്മൾ എത്തുമ്പോ അവരെ വാരി പുണരാനും അവരെ പരിരംഭണം ചെയ്യാനും അവര് പറയുന്ന കാര്യങ്ങൾക്ക് പാദസേവ ചെയ്യാനും മുന്നോട്ട് വരുന്ന അഭിനവ ഭാരതത്തിന്റെ ഒരു പ്രൈം മിനിസ്റ്ററെ നമ്മൾ സ്വന്തം രാജ്യത്ത് കാണുമ്പോ എവിടെയാണ് ഈ അസ്തിത്വം? ആ പ്രൈം മിനിസ്റ്ററുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഉമറിന്റെ കഥ ലോകത്തെ പഠിപ്പിച്ചൊരു മഹാത്മജി കടന്നുപോയത്. ഗുജറാത്തിലാണ്, കത്തിയാവാറിലാണ്, പോർബന്തറിലാണ്. ഞാൻ രാഷ്ട്രീയമായൊരു വിമർശനം നടത്തിയല്ല. നമ്മുടെ ഭാരതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്താൻ പാടില്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ സെക്യുലറിസം തിരിച്ചു വരണം. മഹാഭാരതത്തിന്റെ സെക്യുലറിസം തിരിച്ചു വരണം. ആ ഭാരതത്തിനൊരു പൈതൃകമുണ്ട്, അത് വ്യവസായത്തിന്റെ പൈതൃകമാണ്. ഒരുപാട് വ്യവസായം നമ്മുടെ രാജ്യം നടത്തിയിട്ടുണ്ട്. സഞ്ചബീലുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഇഞ്ചി കൊണ്ടുപോയി സഹാബി പരിശുദ്ധ നബിക്ക് കൊടുത്തു. ഈത്തപ്പഴം സദസ്സിൽ വിതരണം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇത് ഇന്ത്യയുടെ ഇഞ്ചിയാൻ സഞ്ചബീലുൽ ഹിന്ദ് എന്ന് പരിശുദ്ധ സഹാബി പറഞ്ഞപ്പോ അതാദ്യം കൊണ്ടുപോവാ സഹോദര എന്ന് പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിന്റെ ഇഞ്ചി സ്മെല്ല് ചെയ്തിട്ട് ഇന്ത്യ ഒരുപാട് വർണ്ണിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
കണക്കിലെ ഗണിതശാസ്ത്രത്തിലെ 0 ലോകത്തിന് സംഭാവന ചെയ്ത ആൾക്കാരാണ്. സ്വർണത്തിന്റെ മയൂര സിംഹാസനം ആദ്യം പണിത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആൾക്കാരാണ്. സ്വർണ്ണ ഖനനം നടന്നത് ആദ്യം ഇന്ത്യ രാജ്യത്താണ്. സ്വർണത്തിന്റെ ഉപയോഗം ലോകരാജ്യങ്ങൾക്കിടയിൽ നടന്നത് ഇന്ത്യ രാജ്യത്താണ്. അന്ന് ഇന്ത്യയിലെ ആഗ്ര ഇന്നത്തെ ലണ്ടൻ നഗരത്തിനേക്കാൾ വികസിച്ച രാജ്യമായിരുന്നു അന്നത്തെ ആഗ്ര. അന്നത്തെ ഇന്ത്യയിലെ മുംബൈ, അന്നത്തെ ഇന്ത്യയിലെ ഡൽഹി ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ അതിവികസിതമായ ഒരു സിറ്റി, ഒരു പട്ടണമായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം നാട് നീങ്ങി. നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഭാരതം, ആർഷഭാരതം, ആയുർവേദ ഭാരതം, ഒരുപാട് സംസ്കാരങ്ങൾ ഇന്ത്യ രാജ്യത്ത് പിറവിയെടുത്തതാണ്. അതിൽ എല്ലാ മതക്കാരും പങ്കാളിത്തം വഹിച്ചു, എല്ലാവരും നല്ലൽക്ക് ജീവിച്ചു. ആ മനോഹരമായ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ട് അല്ലലില്ലാതെ, അലട്ടലില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രതിസന്ധികളില്ലാതെ, പ്രതിബന്ധങ്ങളില്ലാതെ മനോഹരമായ ഒരു ജീവിതം. ഒരു സാമൂതിരി രാജാവിനെ ചർച്ച ചെയ്യുമ്പോ അപ്പുറത്ത് കോഴിക്കോട് കാദിമാര് ചർച്ച ചെയ്തു. ഒരു മമ്പറം തങ്ങളെ ചർച്ച ചെയ്യുമ്പോ മമ്പറം തങ്ങളുടെ സേവകനായ പ്രൈവറ്റ് സെക്രട്ടറിയായ കൂന്തു നായരെ ചർച്ച ചെയ്തു. ഒരു ഉമർ ഖാദിയെ ചർച്ച ചെയ്യുമ്പോ ചോയി എന്ന് പറയുന്ന ഹൈന്ദവനെ ചർച്ച ചെയ്തു. ഒരു കുഞ്ഞായി മുസ്ലിയാരെ ചർച്ച ചെയ്തപ്പോ ഹൈന്ദവനായ മങ്ങാട്ടച്ഛനെ ചർച്ച ചെയ്തു. അതുകൊണ്ട് മങ്ങാട്ടച്ഛന്റെ ചരിത്രം കുഞ്ഞായി മുസ്ലിയാരില്ലാതെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഉമർ ഖാദിയുടെ ചരിത്രം ചോയി ഇല്ലാതെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. കോന്തുനായരുടെ ചരിത്രം മമ്പറത്തെ തങ്ങൾ പാപ്പ ഇല്ലാതെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. സാമൂതിരി രാജാക്കന്മാരുടെ ചരിത്രം കോഴിക്കോട് ഖാദിമാരില്ലാതെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഒന്ന് മറ്റൊന്നിന് പരസ്പര ബന്ധപ്പെട്ടതാണ്. ആ മനോഹരമായ പൈതൃകത്തിലൂടെ കടന്നുപോയ ഭാരതം ഇന്ന് ഷണ്ടയിലേക്ക് പോകാൻ. അഖ്ലാഖ് ഖാന്റെ ഭാര്യ വിധവയായതൊരു പശുവിന്റെ പേരിലാണ് എന്ന തരത്തിലേക്ക് അഭിനവ ഭാരതത്തിന്റെ സംസ്കാരങ്ങൾ അതപ്പതിച്ചു പോയി എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി സ്നേഹം കൊടുക്കുന്ന ഒരാളായി മാറിയിട്ട് വേണം ഇസ്ലാമിനെ മറ്റുള്ളവർ പഠിക്കാൻ. അല്ലാതെ ജാമിദ ടീച്ചറിലൂടെ അല്ലേ ഇസ്ലാമിനെ പഠിക്കല്. ഒരുത്തി വരിക, സെൽവാറും കമ്മീസ് ഇട്ട് കണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയാ, ബേക്കൽ ഒരു 10 രൂപ ആൾക്കാർ അല്ലേ. ആണത്തണ്ടല്ലോ മനുഷ്യന്മാര്. എന്താ അതിനൊക്കെ പറയാ? ഞാനൊരു ഹദീസ് ഇങ്ങനെ ആലോചിച്ചു പോവാണ്. പരിശുദ്ധ റസൂൽ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞൊരു ഹദീസ്, ഒരു സദസ്സിൽ 20 ആളുകൾ ഒരുമിച്ച് കൂടി, ഫലം തജിദ് ഫീഹിം മയഹാബു ഫില്ലാഹ്, ആ 20 എണ്ണത്തിന്റെ കൂട്ടത്തിൽ പടച്ച റബ്ബിനെ പേടിക്കുന്ന ഒറ്റ എണ്ണത്തെ പോലും കണ്ടെത്താൻ കഴിയാതെ പോയാൽ ഫന്തദിറുസ്സാഅ, അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഈ ഹദീസ് ഇങ്ങനെ വായിച്ചതിന് ശേഷമാണ് മിഞ്ഞാന്നത്തെ മനോരമ എടുത്തു പോകുന്നത്. അതിൽ ഫസ്റ്റ് പേജിൽ തന്നെ ഉണ്ട് ജാമിദ ടീച്ചർ തക്ബീറിലുണ്ട്, ബാക്കിൽ ഒരു 20 എണ്ണം തണ്ടും തടിയുള്ള 20 എണ്ണം. എവിടെ എത്തി കാര്യങ്ങൾ? അതിന് ഫോളോ ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. കാരണം ജാമിദ ടീച്ചർക്ക് കാൽക്കുലേഷൻ നടത്തിയപ്പോൾ രണ്ട് വക്തേ നിസ്കാരമുള്ളൂ എന്നാ പിടുത്തം കിട്ടിയത്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന അതിന്റെ പേര്. കുറെ ആൾക്കാർക്ക് പോവാ. ചേകനൂറിസം, മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ. അങ്ങനെയാണല്ലോ, കുഴിച്ചിട്ട സാധനം മുള പൊട്ടി പൊങ്ങാൻ കുറെ വർഷങ്ങൾ എടുത്തേക്കാം. ഏതോ കാലത്തിൽ പെയ്തുപോയ മഴയിൽ നിന്നുള്ള ഒരു കച്ചിത്തുരുമ്പാകാതൊക്കെ. പക്ഷെ ദയവ് ചെയ്ത് എന്റെ മുസ്ലിങ്ങളായ അനുയായികളോട് പറയാൻ ഒരു കാര്യം താല്പര്യപ്പെടുകയാണ്. ജാമിദ ഒരിക്കലും ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ വായിക്കാൻ പാടില്ല. അവള് മുസ്ലിമല്ല, അവള് മുസ്ലിമല്ല, അവള് മുസ്ലിമല്ല. അവള് മുസ്ലിം ആയാലല്ലേ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തി കണ്ട് ന്യൂസ് അവർ നടത്തുന്ന ചാനൽ അധികാരികളോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജാമിദ ടീച്ചർ നിസ്കരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മതപണ്ഡിതന്മാർക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് പറയാൻ ഇനി വേണു വരും, ഉറപ്പാൻ. ഷാനി പ്രഭാകരൻ വരും, നികേഷ് കുമാർ അതിന്റെ നേരത്തെ വരും. ഇവരൊക്കെ വരും. മുസ്ലിം പണ്ഡിതന്മാരെ ന്യൂസ് അവറിൽ കൊണ്ടുപോയി എത്തിയിട്ട് ചോദ്യം ചെയ്യും, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ജാമിദ? അല്ലേ, ഇത് ഇസ്ലാമിന്റെ ആളാണല്ലോ, ഇത് ഇസ്ലാമിന്റെ ഒരു പെണ്ണാണല്ലോ, ഇത് മഫ്തീൻ തട്ടക്കെട്ട് വന്ന പെണ്ണാണല്ലോ. അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ രാജ്യത്ത് ഒരു ജുമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ എന്തേ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഇല്ലേ? അങ്ങനെ ഒരു പെണ്ണ് ഇസ്ലാമിന്റെ ഒരു ജുമാഅക്ക് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ എന്തിനാണ് മതപണ്ഡിതന്മാരെ നിങ്ങൾ എതിർക്കുന്നത് എന്ന് ചോദിക്കാൻ ഷാനി പ്രഭാകരൻ അടുത്താഴ്ച വരും. ഇപ്പൊ ഷാനി ചെറിയൊരു ക്ഷീണത്തിലാണ്, അത് കഴിഞ്ഞാൽ വന്നേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ ആകുമ്പോ ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ഓരോ ജന്മങ്ങൾ പല രീതിയിൽ വരും.
പല രീതിയിലും വരും. അതിനൊക്കെ നമ്മൾ മറുപടി പറഞ്ഞാണ്ട് എന്തിനാണ് നമ്മൾ ഇസ്ലാമിന്റെ സ്റ്റാറ്റസ് ഇല്ലാതാക്കുന്നത്? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇത് അള്ളാന്റെ ദീനാണ്. ചേകനൂരിന് കുറെ ആൾക്കാരെ കിട്ടാൻ കാരണം എന്താ? മുമ്പൊരു ഗവേഷണം നടത്തിയപ്പോ പറഞ്ഞു സുബൈസ്കാരൊന്നും എന്റെ കണ്ടെത്തലിൽ ഇല്ലേ ഇല്ല. സുബൈസ്കാരില്ല എന്ന് പറഞ്ഞാൽ തന്നെ അയാൾക്ക് കുറെ ആൾക്കാരെ കിട്ടൂലേ? എന്തെങ്കിലും മനസ്സിലായി? അപ്പൊ ഞാൻ വളാഞ്ചേരി അങ്ങാടി ഇറങ്ങിയാണ്ട് ഞാനിങ്ങനെ പറയാണ് ആൾക്കാരോട്, നമ്മൾ വിശ്വസിക്കുന്ന ഉറപ്പുള്ള ആൾക്കാരോട് നമ്മൾ പറയാണ്. പിന്നെ സ്വകാര്യം പറയാണ്, ഞാൻ എൻ്റെ ഇത്രയും വർഷത്തെ ഗവേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് നിസ്കാരം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞെങ്കിൽ ചുരുങ്ങിയ 200 ആൾക്കാർ എനിക്ക് കിട്ടും. ഞാനൊരു NGO ആകുക, ഞാനൊരു അസോസിയേഷൻ ആകുക. ഇതെങ്ങനെയാണ്? ഇങ്ങനെയാണ്ട് രൂപാന്തരപ്പെടലാണ്. പിന്നെ ആ ഒരു ഇതിലേക്ക് കുറച്ച് ആൾക്കാരുണ്ടാവില്ല, എന്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിക്കാണ്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. ഓർക്ക് ഒരു നിലപാടും ഉണ്ടാവില്ല. ക്ലോക്ക് കച്ചവടക്കാരന്റെ മാതിരിക്കാർ ഒരു ക്ലോക്ക് നോക്കിയാൽ 3:10, മറ്റേ നോക്കിയാൽ 8:20. നിലപാട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. ന്യൂട്രലിൽ നടക്കണ കുറെ ആൾക്കാരുണ്ട്. ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടി അയക്കാട് ചാടണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. ഒരു 200 ആൾക്കാരെ ചുരുങ്ങിയത് കിട്ടുന്ന ഉറപ്പ് തരാൻ കാരണം അതാണ് ഞാൻ. എന്തിനും ആളുണ്ട്. അതുകൊണ്ട് ദീന് സോഷ്യൽ മീഡിയ കൂടെ പഠിക്കേണ്ട സാധനമല്ല, ദീന് വാട്സപ്പ് കൂടെ പഠിക്കേണ്ട സാധനമല്ല. കാരണം ഇന്ന് ഓൺലൈൻ സൈറ്റുകളിൽ ഇസ്ലാം എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മുഴുവൻ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഭൂരിഭാഗം സൈറ്റുകളും ഖാദിയാനികൾ പടച്ചിട്ട സൈറ്റാണ്. നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദൊക്കെ മുകളിലുണ്ടാവും. ഫസ്റ്റ് ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ ഷഹാദത്ത് കലിമ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത്രയും തഖ്വയുള്ള ദീനിന്റെ സൈറ്റുകളൊക്കെ ഉണ്ട്. ഇത് ഖാദിയാനികള്, അതുപോലെ തന്നെ ബിദഈ പ്രസ്ഥാനക്കാര്, അങ്ങനെ കുറെ ആളുകളാണ് ഇതിനൊക്കെ നടത്തുന്ന ഷിയാക്കള്. അതുകൊണ്ട് കേരളത്തിലൊരു ഋജുവായ പാത സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വസ്വാസം ഇങ്ങനെ ഉണ്ടാകുമ്പോ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പറ്റി ആലോചിക്കണം. മാലിക് ദീനാറിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിച്ച ഒരു മനുഷ്യൻ, ആ മാലിക് ദീനാറിൽ നിന്ന് നേരിട്ട് ഇസ്ലാമിനെ സ്വീകരിച്ച മനുഷ്യന്റെ കയ്യിലൂടെയാണ് പിന്നെ കണ്ണിയത്ത് ഉസ്താദ് ഇസ്ലാമിന്റെ ദൗത്യം കേരളത്തിൽ ഏറ്റെടുക്കുന്നത്. ആ കണ്ണിയത്ത് ഉസ്താദിലൂടെയാണ് ശംസുൽ ഉലമ ഏറ്റെടുക്കുന്നത്. ആ ശംസുൽ ഉലമയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും മാലിക്കുട്ടി ഉസ്താദുമാണ് ഇന്നത് ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വസ്വാസിന്റെ കാര്യം തന്നെ കേരളത്തിൽ ഇല്ല. അപ്പൊ പിന്നെ കുറെ വരും, കുറെ പോകും. അതിൽ പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ ജുമയൊക്കെ. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. പണ്ട് ചേകനൂർ പറഞ്ഞിരുന്നു, ചേകനൂർ എല്ലാം വെട്ടിച്ചുരുക്കുന്ന ആളാ. മൂപ്പര് അവസാനം ഈ വെട്ടിച്ചുരുക്കൽ മദ്ഹബ് കൊണ്ടുവന്നാണ്ട് അരക്കുപറമ്പൊക്കെ വയലിനായി. മൂപ്പര് ഗവേഷണത്തിന് ശരിക്ക് 5 വക്തില്ല, എന്റെ വീക്ഷണത്തിൽ 2 വക്തേ ഉള്ളൂ എന്ന് പറഞ്ഞ ആളാണല്ലോ മൂപ്പര്. അരക്കുപറമ്പ് വയല് കഴിഞ്ഞാണ്ട് മൂപ്പർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരണം. അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, അല്ല കുട്ടികളെ ഇവിടുന്ന് മേലാറ്റൂർക്ക് എത്ര ദൂരമുണ്ട്? ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെ വീക്ഷണത്തിൽ 11. അതതിന് മറുപടി, സിമ്പിൾ മറുപടിയാ. മൂപ്പര് ഇങ്ങനെ ആലോചിക്കട്ടെ, ഇനി എന്താ ഇതിന്റെ കയമ്പ് എന്നുള്ളത്. വാട്ട് ഈസ് ദ കെമിസ്ട്രി ഓഫ് ദിസ് ആൻസർ? അത് മൂപ്പര് ആലോചിക്കട്ടെ. ഈ പറഞ്ഞ മാതിരി തൊട്ടേനും പിടിച്ചതിനും അവനാന്റെ ഗവേഷണാണെങ്കിൽ ഇസ്ലാം യുക്തിസഹ ആവൂല. ഇസ്ലാം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 5 പ്രാവശ്യം ശരീരത്തിലെ പൊടിപടലങ്ങളും അഴുക്കുകളും കളയാൻ ഒരു ആരാധന, ഒരു മതവിശ്വാസം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളുടെ അടുത്തേ ഉള്ളൂ. അത് വുളു ആണ്. ജേക്കബ് പറഞ്ഞത് വെരി കറക്റ്റ്. പക്ഷെ അലക്സാണ്ടർ ജേക്കബ് എങ്ങാനും ഇനി തേമന്റെ മസാല പഠിച്ചാൽ മൂപ്പര് എന്താ പറയാ? അപ്പൊ ഇസ്ലാം യുക്തിക്ക്, വെറും യുക്തിക്ക് വിട്ടെടുത്ത ഇസ്ലാമിൽ ഒരിക്കലും ഒരു മുസ്ലിമിന് ജീവിച്ചു പോകാൻ കഴിയൂല. കാരണം അല്ലാഹു തആല പറഞ്ഞു, ഫൈലൻ തജിദൂ മാഅൻ ഫതയമ്മമു, വുളു എടുക്കാൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ ഉള്ള ചടിയും പൊളിയൊക്കെ മുഖത്ത് കളയണ സാധനമാണ് വുളു. ഫൈലം തജിദൂ മാഅൻ, നിസ്കരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലോ ഫതയമ്മമു, നിങ്ങൾ തയമ്മം ചെയ്യണം എന്ന് പറഞ്ഞാല് ഉള്ള പൊടിയും ചളിയൊക്കെ മേത്ത് കാക്കണം അല്ലേ? പാംസു സ്നാൻ എന്നാണ് തയമ്മുമിന്റെ മലയാളം. അംഗസ്നാൻ എന്നാണ് വുളുവിന്റെ മലയാളം. അംഗം സ്നാനം ചെയ്യാൻ, മറ്റത് പാംസു. പാംസു പറഞ്ഞാൽ പൊടി എന്നർത്ഥം. പൊടി എടുത്തിട്ട് സ്നാനം ചെയ്യാൻ. ഭയങ്കര വൈരുദ്ധ്യം. അവെന്താ? മാ അന അലൈഹി വസ്ഹബി, ദീനിൽ ഞാനും എന്റെ സഹാബികളും എന്ത് കാണിച്ചു തന്നോ അതാണ് ദീൻ. ആ ദീനിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. യുക്തിക്കനുസരിച്ച് ഇസ്ലാമിൽ നിൽക്കാൻ പറ്റൂല. ഇടമുറുക് വന്നിനല്ലോ, യുക്തിവാദിയായ ഇടമുറുക് വന്നു. അള്ളാഹുവിനൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയൂല, കാരണം അള്ളാഹിനെ ഞാൻ കണ്ടില്ലല്ലോ, കാണുന്നതിനെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇടമുറുകനെ സ്വകാര്യമായിട്ട് ഒരാൾ വിളിച്ചാണ്ട് പറഞ്ഞത്, കറണ്ട് ഉണ്ടോ ഇല്ലേ നിങ്ങൾ വിശ്വസിക്കുമെന്നൊന്ന് നോക്കണം, ഒന്ന് പെരേക്ക് ഒഴിഞ്ഞു വരേണ്ടി. കാണുന്നതേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. സ്വകാര്യമായിട്ട് ക്ഷണിച്ചതാണ്. അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇടമുറുക് പറഞ്ഞു, അല്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയണം.
അല്ലേ? ഈ രീതിയിലേക്ക് ചിലപ്പം ഷോക്ക് ട്രീറ്റ്മെന്റ് ചില സ്ഥലത്ത് ആവശ്യമായിട്ട് വരും. അതിന് ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നൊരു പേരെന്നെ ഉണ്ടല്ലോ. ചിലപ്പോ ഇതൊക്കെ കേൾക്കാരോ. അതുകൊണ്ട് യുക്തിഭദ്രായിട്ടൊന്നും നമ്മൾ ആലോചിക്കാണ്ട് ഗവേഷണം നടത്തേണ്ട സാധനമല്ലത്. അള്ളാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലും സഹാബത്തും കാണിച്ചെന്നൊരു പാഠമുണ്ട്. അത് ഒന്നുമില്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെ ഇവിടെ പുലർന്നിരിക്കുകയാണ്. ഗുജറാത്തിലെ മാതിരി യു പിയിലെ മാതിരി നട്ടം തിരേണ്ട ആവശ്യം കേരളത്തിൽ മാത്രം ഇല്ലാത്തല്ലോ. കാരണം എന്താ? നമുക്ക് പള്ളി, ഭദ്രമായ സംവിധാനം, നല്ല സെറ്റപ്പ്. എന്തുകൊണ്ടുണ്ടായത്? ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുണ്ടായതാണ്. അപ്പൊ ആ അദബ് അച്ചടക്കമൊക്കെ നമ്മൾ പുലർത്തി നമ്മുടെ ആലിമീങ്ങളുടെ പിന്നിൽ അണിനിരന്ന് നമ്മളൊക്കെ ഋജുവായൊരു പാതയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇസ്സത്തോടുകൂടെ ജീവിക്കാനും ഇസ്സത്തോടുകൂടെ മരിക്കാനും സാധിക്കും. ഇസ്സത്തോടുകൂടെ ജീവിച്ചാൽ മാത്രം പോരാ, പിന്നെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങള് മുസ്ലിമായിട്ട് തന്നെ മരിക്കണം. മുസ്ലിമായി മരിക്കണമെങ്കിൽ മുസ്ലിമായി ജീവിക്കണം. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഇസ്ലാമിന്റെ ആലിമീങ്ങൾ അച്ചടക്കത്തോടുകൂടെ അനുസരിച്ചിട്ടത് പഠിച്ച് വളരെ അതവോടുകൂടെ മര്യാദയോടുകൂടെ പരിശുദ്ധ മതത്തിന്റെ ദർശനങ്ങളിലൂടെ മുന്നോട്ട് പോകണം. അത് സിമ്പിളാണ്. കാരണം സുതാര്യമാണ്, കാര്യം സുതാര്യമാണ്, സുവ്യക്തമാണ്. അത് പകൽ വെളിച്ചം പോലെ സുതരാം, സുവ്യക്തമാണ്. അപ്പൊ നമ്മൾ അതൊക്കെ അനുസരിച്ച് ജീവിക്കണം. ആ റസൂലുള്ളാഹിന്റെ തമസ്സുക്കും ബി സുന്നയാണ് നവലോക മുസ്ലിം ഫോളോ അപ്പ് ചെയ്യേണ്ടത്. വെള്ളം കുടിക്കുന്നിടത്ത് ആലിമീങ്ങൾ കാണിച്ചു തന്നു, നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചു. റസൂലുള്ളാഹിന്റെ ചര്യ, ഭക്ഷണം കഴിക്കുന്നിടത്ത് റസൂലുള്ളാഹിന്റെ ചര്യ, മുതൽ സമ്പാദിക്കുന്നിടത്ത് റസൂലുള്ളാഹിന്റെ ചര്യ. ഏത് പ്രൊഫഷനും നമ്മളെ വൈക്കിങ്ങനെ ആക്കി വ്യാഖ്യാനിക്കലല്ല. പിന്നെ നമ്മളെ പ്രൊഫഷനെ പറ്റിയൊക്കെ നമ്മളൊന്ന് പഠിക്കുക. ഇത് ഇസ്ലാമിന്റെ മാനം എന്താണ്? ഗൾഫിലെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ വളരെ കഷ്ടത്തിൽ പറഞ്ഞു, ശമ്പളമൊക്കെ ഓക്കെയാണ്, പക്ഷേ 3 ആഴ്ച കൂടുമ്പോഴേ ജുമാക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ശമ്പളമൊക്കെ വളരെ ഓക്കെയാണ്, പക്ഷേ 3 ആഴ്ച കൂടുമ്പോഴേ ജുമാക്ക് പോകാൻ കഴിയുള്ളൂ എന്ന്. ഞാൻ പറയാൻ, മുസ്ലിം ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ പാടില്ല. ജുമാ ഇല്ലാതെ എന്ത് ജോലി? ഈ ജോലിയൊക്കെ ദീനിന്റെ കാര്യങ്ങളിൽ തട്ടലും മുട്ടലും ഇല്ലാതെ കുടുംബം നല്ല ഇബാദത്ത് ചെയ്യണമെങ്കിൽ കുടുംബത്തിന് അന്നം മുട്ടാൻ പാടില്ല. ആ ഇബാദത്ത് ചെയ്യാൻ കുടുംബത്തിന് അന്നം മുട്ടാതെ മുന്നോട്ട് പോകാനാണ് ജോലി. മഈശത്ത് അതിനാണ്. ആ മഈശത്ത് തന്നെ ഹറാമെന്നുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, ഞാൻ നിങ്ങളെ വെറുതെ എങ്ങനെയാണ്ട് പടച്ച് ചാവി കൊടുത്തിട്ട് വിട്ടതാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു തആല. വാക്ക് ഇബാദത്താകണം, നോക്ക് ഇബാദത്താകണം, സമ്പാദ്യം പോലും ഇബാദത്താകണം. ബാത്റൂമിലേക്ക് പോകുന്നതും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തിന്റെ കൂലി കിട്ടണ സാധന. കാരണം എന്താ? പ്രാഥമിക കർമ്മം എന്നുള്ളത് ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളതിൽക്ക്, ഒരു അടിമയാണ് എന്നുള്ളതിൽക്ക് എന്റെ ജീവിതത്തിന്റെ ഒരു വ്യവഹാരമാണ്. അത് നിർവഹിക്കണം. എക്സസൈസ് ചെയ്യുന്നത് ഇബാദത്താണ്. വ്യായാമ മുറകളിൽ ഏർപ്പെടുക. കാരണം എന്താ? എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ ഇങ്ങനെ വന്നാണ്ട് അടിഞ്ഞുകൂടി നിൽക്കുകയാണ്, അനങ്ങണില്ല. ഞാൻ പറയാം, നമ്മൾ നമ്മുടെ ശരീരത്തോട് ദുൽമാണ് ചെയ്യുന്നത്. ഇസ്ലാമിന്റെ അനുയായിയാണെങ്കിൽ രാവിലെ ഒന്ന് നടക്കണം. കഴിക്കണ ഭക്ഷണത്തിന്റെ അത്ര കലോറി നമ്മൾ നടന്നിട്ടോ കളിച്ചിട്ടോ വ്യായാമ മുറകളിൽ ഏർപ്പെട്ടിട്ടോ എക്സസൈസ് ചെയ്തിട്ടോ സൈക്ലിംഗ് നടത്തിയിട്ടോ നീന്തിയിട്ടോ സ്വിമ്മിങ് നടത്തിയിട്ടോ നമ്മൾ കുറച്ചു കൊണ്ടുവരുന്ന വേണം. എന്തേ? അവിടെ തവക്കൽ തോലല്ലാ എന്ന് പറഞ്ഞിരുന്നാൽ ഓടിയെത്തൂല. ഇസ്ലാം എല്ലാത്തിനും വ്യവസ്ഥിതി എന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട്, അലി, നിന്റെ യുദ്ധമുറകളിൽ നിന്റെ അമ്പെയ്ത്ത് നീ മറന്നുപോയിട്ടുണ്ട്. അതൊരു കലയാണ്, അത് മരിക്കാൻ പാടില്ല, അതിനെ പുനരുജ്ജീവിപ്പിക്കണം അലി എന്ന് പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെ അമ്പെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, വില്ലെടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. മരുമകനായ അലിയാരിതങ്ങളെ മരിപ്പറമ്പിന്റെ മണരാരണ്യത്തില് ഒരു വിജനമായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അമ്പെയ്ത്ത് പഠിക്കണം, എറി അമ്പെയ്യ്. എന്നിട്ട് പറഞ്ഞില്ലേ, എങ്ങനെ അമ്പെയ്ത്ത് അതൊരു കലയാണ്, അതൊരു ഫന്നാണ്, എ കൈൻഡ് ഓഫ് ആർട്ട്, അതൊരു ആർട്ടാണ്. ഇങ്ങനെ പല ആർട്ട് നമ്മൾ ആയോധന കലകളാകട്ടെ, പരിശീലനങ്ങളാകട്ടെ, എക്സസൈസുകളാകട്ടെ, അതൊക്കെ ആർട്ടാണ്. ഇതൊന്നും മരിച്ചു പോകാൻ പാടില്ല. തടിയേൽക്കേണ്ട സാധനങ്ങളാണ്. ആഫിയത്തില്ലാതെ എന്ത് ഇബാദത്ത്? ഹജ്ജ് ഉംറ ചെയ്യാൻ പോകുന്ന സമയത്ത് സഅയ് പൂർത്തിയാക്കി തീരുമ്പോ 2.5 കിലോമീറ്റർ സ്വന്തം കാലുകൊണ്ട് നടക്കണം. ആ വീൽ ചെയറിൽ പോകുന്ന സ്ഥിതിയാണെങ്കിൽ നമ്മുടെ ഇബാദത്തിന്റെ പകുതി ഗാംഭീര്യം അവിടെ നഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഒന്ന്, ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യണം. 2, ആരോഗ്യം അത് ചെയ്യണ സമയം വരെ ഉണ്ടാക്കും വേണം.
കുനൂത്തിൽ എന്താ നമ്മൾ പറയുന്നത്? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത്. ആദ്യം വളരെ പ്രധാനപ്പെട്ട ഹിദായത്ത് ചോദിച്ചിട്ട് നമ്മൾ രണ്ടാമത് പറയുന്നത് വഅഫിനി ഫീമൻ ആഫൈത്. എനിക്ക് ആഫിയത്തും താ അല്ലാ. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന് നമ്മൾ എന്താണ് പറയുന്നത്? റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി. എനിക്ക് ഹിദായത്ത് തരണേ അല്ലാ. വആഫിനി, എനിക്ക് ആഫിയത്ത് തരണേ അല്ലാ. അപ്പൊ ഹിദായത്ത് ചോദിച്ചോടത്ത് മുഴുവൻ പിന്നെ ചോദിച്ചത് ആഫിയത്താണ്. ഹിദായത്ത് ദീനിക്കുള്ള എൻട്രൻസ് ആണ്. ദീനിക്ക് എൻട്രൻസ് കിട്ടിയാൽ ആദ്യം വേണ്ടത് ആഫിയത്താണ്. ആഫിയത്ത് കിട്ടിയിട്ട് വേണം ഇബാദത്ത് ചെയ്യാൻ. അപ്പൊ ഇതിലൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സൈക്കോളജി. നമ്മൾ ജീവിക്കുമ്പോ ഒക്കെ ജീവിതം തന്നെ ഇസ്ലാം ആവണം. നമ്മൾ പലപ്പോഴും ഇബാദത്ത് അല്ലെങ്കിൽ ഇസ്ലാം എന്ന് വിചാരിച്ചത് നമ്മൾ പള്ളി പോയാൽ അത് ഇബാദത്ത്, നമ്മൾ ഖുർആൻ ഓതിയാൽ അത് ഇബാദത്ത്, ബാക്കി കാര്യമൊന്നും ഇസ്ലാം അല്ല, ഇബാദത്ത് അല്ല, ഇതൊരു മനുഷ്യൻ ചെയ്യണ പണിയെന്ന് അല്ല. ഒരു മുഅ്മിനാണെങ്കിൽ ടോട്ടലി അവന്റെ ലൈഫ് അട്ടേർലി ഇസ്ലാമാണ്. ജോലിക്ക് പോകൽ ഇസ്ലാം, ബാത്റൂമിൽ പോകൽ ഇസ്ലാം, വെള്ളം കുടിക്കൽ ഇസ്ലാം, ഭക്ഷണം കഴിക്കൽ ഇസ്ലാം, എക്സസൈസ് ചെയ്യൽ ഇസ്ലാം, കുടുംബ ബന്ധം പുലർത്തൽ ഇസ്ലാം, ഭാര്യ ഭർത്തൃ സംസർഗത്തിൽ ഏർപ്പെടൽ ഇസ്ലാം. ഇത്ര മനോഹരാണ് ഈ ദർശനം. ജീവിതം മുഴുവൻ ഇബാദത്താക്കാണ്, ജീവിത ഇബാദത്താക്കുക. അതുകൊണ്ട് എല്ലാ മേഖലയിലും നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മുസ്ലിമിന്റെ കടമ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ദർശനം. അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.